ഹായ് ഓൾ, വെൽക്കം ടു E4 ഇംഗ്ലീഷ്. ലാസ്റ്റ് ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഫോക്കസ് ഏരിയയിലെ അടുത്ത ചാപ്റ്ററായ ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന ഭാഗമാണ്. സോ നിങ്ങൾ നോക്കിയാൽ അറിയാം, സെക്കൻഡ് യൂണിറ്റ് വേർഡ്സ് ആൻഡ് ഡീഡ്സ് എന്ന സെക്കൻഡ് യൂണിറ്റിനകത്തെ ആദ്യത്തെ ചാപ്റ്ററാണ് ആൻഡ് ദെൻ ഗാന്ധി കെയിം. സത്യം പറഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം ജവഹർലാൽ നെഹ്റുവിനെ. അദ്ദേഹത്തിന്റെ ദി ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ നിന്നെടുത്ത ചെറിയൊരു ഭാഗമാണ് നിങ്ങൾക്കിവിടെ ചാപ്റ്ററായിട്ട് തന്നിരിക്കുന്നത്. ഇനി എന്താണ് ഈ ഒരു ഭാഗത്തിലുള്ളത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഗാന്ധിജി വന്നതും അദ്ദേഹം ഇവിടെ നടത്തിയ പ്രവർത്തനങ്ങളും പറ്റിയാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് സംസാരിച്ചിട്ടുള്ളത്. സോ ഇവിടെ നോക്കുമ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എങ്ങും എത്താതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതായത് പ്രത്യേകിച്ച് ഒരു സക്സസും അതിൽ നിന്നും ഉണ്ടാവുന്നില്ല. ഇവിടെ ഒരുപാട് പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് വിപ്ലവം നടക്കുന്നുണ്ട്, ഒരുപാട് പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഓർഗനൈസ്ഡ് ആയിരുന്നില്ല. കൃത്യമായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ മാത്രമേ, പ്രവർത്തനങ്ങളാണെങ്കിൽ മാത്രമേ അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് ഇന്ത്യയെ പോലൊരു വലിയ രാജ്യത്ത്, ഇത്രയും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഇത്രയും വലിയൊരു രാജ്യത്തിൽ അവിടെ ഇവിടെ മാത്രമായിട്ട് ഈ പറഞ്ഞതുപോലുള്ള പ്രക്ഷോഭങ്ങളും പോരാട്ടങ്ങളും നടത്തിയത് കൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഗാന്ധിജിയെ പോലൊരു വ്യക്തി, ഗാന്ധിജിയെ പോലൊരു നല്ല ലീഡർ, അങ്ങനെ തന്നെ പറയാം, നല്ലൊരു ലീഡർ, അദ്ദേഹത്തിന്റെ സഹായത്തോടു കൂടി എല്ലാം ഓർഗനൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ നമുക്കിവിടെ സാധിച്ചു. എല്ലാവർക്കും ഒരു യൂണിറ്റി ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വളരെ ഈസി ആയിട്ട് ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്നും ഓടിച്ചത്. സോ ഈ പറഞ്ഞ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ റോൾ എന്തായിരുന്നു? അദ്ദേഹം ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്? അദ്ദേഹത്തിൽ നിന്ന് എന്തൊക്കെ ഐഡിയാസ് ആണ് സൊസൈറ്റിക്ക് കിട്ടിയിട്ടുള്ളത്? സൊസൈറ്റിക്ക് എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ എന്തൊക്കെ ഐഡിയാസ് കാരണമാണ് നമ്മുടെ ഇന്ത്യ ഇന്ന് കാണുന്ന ഒരു നിലയിലേക്ക് വളർന്നിട്ടുള്ളത്? സോ ഈ കാര്യങ്ങളൊക്കെയാണ് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചാപ്റ്ററിലേക്ക് പോവാം. ആൻഡ് ദെൻ ഗാന്ധി കെയിം. Jawaharlal Nehru writes about the timely arrival of Gandhiji to Indian politics when the country was in dire need of such a leadership. Gandhiji was like a beam of light that removed the darkness. Jawaharlal Nehru makes a right assessment of Gandhiji in his Discovery of India. നമുക്ക് ഈ പഠിക്കാൻ തന്നിരിക്കുന്ന ഭാഗം ജവഹർലാൽ നെഹ്റുവിന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ നിന്നും തന്നിരിക്കുന്ന ഒരു എക്സെപ്റ്റ് ആണ്. എക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഭാഗം. ഓക്കെ, അദ്ദേഹത്തിന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ നിന്നെടുത്ത ചെറിയൊരു ഭാഗമാണ് നമുക്കിവിടെ പഠിക്കാൻ തന്നിരിക്കുന്നത്. ഈ ഭാഗത്തിനെ പറ്റി പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് ജവഹർലാൽ നെഹ്റു ഒരു അസസ്മെന്റ് നടത്തുകയാണ്. ഗാന്ധിജിയെ അറിയാലോ, ഗാന്ധിജി കൃത്യസമയത്താണ് ഇന്ത്യൻ പൊളിറ്റിക്സിലേക്ക് വരുന്നത്. കൃത്യസമയത്താണ് ഇവിടുത്തെ കാര്യങ്ങളിൽ ഇടപെടുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യം നല്ലൊരു ലീഡർ ഇല്ലാതെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ലൊരു ലീഡർ ഇല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ആയിരിക്കത്തില്ല പ്രവൃത്തികൾ. അതാണ് പ്രശ്നം, നമുക്കറിയാം. സോ ഇവിടെ ഒരുപാട് പ്രക്ഷോഭങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് പോരാട്ടങ്ങൾ ഉണ്ടായിരുന്നു, ബ്രിട്ടീഷുകാർക്കെതിരെ തന്നെ എല്ലാം. പക്ഷേ അത്രത്തോളം ഒരു, നമ്മൾ പറയില്ലേ, അത്രത്തോളം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അതിനൊന്നും സാധിച്ചില്ല. അതിന് കാരണം ഓർഗനൈസ്ഡ് ആയിരുന്നില്ല. പ്രത്യേകിച്ച് ആൾക്കാർ, നമ്മളിപ്പോൾ നമ്മുടെ കോമൺ എനിമി എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരാണെങ്കിലും ഇന്ത്യക്കകത്ത് തന്നെ ഇവിടുത്തെ ആൾക്കാർ തമ്മിൽ തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ. സോ ആൾക്കാർക്കിടയിൽ ഒരു യൂണിറ്റി ഉണ്ടായിരുന്നില്ല. അങ്ങനെ വന്നപ്പോൾ നമുക്കൊരു യൂണിറ്റി ഇല്ലെങ്കിൽ എങ്ങനെ നമുക്കൊരു കോമൺ എനിമിയെ നേരിടാൻ പറ്റും? ഐക്യമില്ലാതെ. അങ്ങനെ വന്നപ്പോൾ നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾക്കെല്ലാം ഒരു യൂണിറ്റി ഇല്ലാതായിട്ട് മാറി. ആ സമയത്താണ് ഗാന്ധിജി ഇവിടേക്ക് വരുന്നത്. ഗാന്ധിജി ഇവിടേക്ക് വന്നത് മാത്രമല്ല, അദ്ദേഹം ഒരു നല്ല ലീഡറായിരുന്നു. അത് തന്നെ പറയാം, നല്ലൊരു ലീഡറായിരുന്നു. അത് കാരണം എല്ലാ തലത്തിലുമുള്ള ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുവരാനും അവരുടെ പ്രവർത്തനങ്ങൾ ഒരുമിച്ചാക്കാൻ, അതിനെല്ലാം കോർഡിനേറ്റ് ചെയ്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതുകൊണ്ട് തന്നെ നമ്മൾ പറയില്ല, ഒരു കമ്പൈൻഡ് എഫേർട്ട് എന്നാണ് കൃത്യമായിട്ട് പറയാം. എല്ലാവരുടെ കാര്യങ്ങളും ഓർഗനൈസ്ഡ് ആക്കി അവരെ കൊണ്ടൊരു കമ്പൈൻഡ് എഫേർട്ട് നടത്തി അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. ജവഹർലാൽ നെഹ്റു എന്താ എഴുതിയിരിക്കുന്നത്? ഹി റൈറ്റ്സ് അബൌട്ട് ദ ടൈംലി അറൈവൽ ഓഫ് ഗാന്ധിജി ടു ഇന്ത്യൻ പൊളിറ്റിക്സ്. കൃത്യസമയത്താണ് ഗാന്ധിജി ഇന്ത്യൻ പൊളിറ്റിക്സിലേക്ക് കടന്നു വരുന്നത്. ആ സമയത്ത് ദ കൺട്രി വാസ് ഇൻ ഡയർ നീഡ് ഓഫ് സച്ച് എ ലീഡർഷിപ്പ്. ഗാന്ധിജിയെ പോലൊരു നല്ല ലീഡറിന്റെ ലീഡർഷിപ്പ് അത്രയും അടിയന്തരമായിട്ടും ആവശ്യമായിരുന്നു രാജ്യത്തിന്. ആ സമയത്ത് തന്നെയാണ് അദ്ദേഹം വരുന്നതും. ഹി വാസ് ലൈക്ക് എ ബീം ഓഫ് ലൈറ്റ് ദാറ്റ് റിമൂവ് ദ ഡാർക്ക്നെസ്. ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന അന്ധകാരം അല്ലെങ്കിൽ ഇരുട്ട്, അതിനെ ഇല്ലാണ്ടാക്കുന്ന രീതിയിൽ ഒരു പ്രതീക്ഷയുടെ വെളിച്ചമായിട്ടാണ് അദ്ദേഹം ഇവിടേക്ക് വരുന്നത്. ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്നതാണ്. ജവഹർലാൽ നെഹ്റു മേക്സ് എ റൈറ്റ് അസസ്മെന്റ് ഓഫ് ഗാന്ധിജി ഇൻ ഹിസ് ഡിസ്കവറി ഓഫ് ഇന്ത്യ. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിനകത്ത് ഗാന്ധിജിയെ പറ്റി കൃത്യമായിട്ടൊരു അസസ്മെന്റ് തന്നെ നടത്തുന്നുണ്ടെന്നാണ് പറയുന്നത്. നമുക്കിനി ചാപ്റ്റർ നോക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആൻഡ് ദെൻ ഗാന്ധി കെയിം ബൈ ജവഹർലാൽ നെഹ്റു.
World War First entered at last, and the peace, instead of bringing us relief and progress, brought us repressive legislation and martial law in Punjab. ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചു. ആ സമയത്ത് ദ പീസ് ഇൻസ്റ്റെഡ് ഓഫ് ബ്രിങ്ങിങ് എസ് റിലീഫ് ആൻഡ് പ്രോഗ്രസ്, എന്താണ് സമാധാനം, എല്ലാം, കാരണം യുദ്ധമൊക്കെ തീർന്നു, എല്ലാവർക്കും സമാധാനം കിട്ടേണ്ടതാണ്, എല്ലാവർക്കും ഒരു റിലീഫ് കിട്ടേണ്ട സമയമായിരുന്നു. പ്രോഗ്രസ്, ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും കുറച്ചൊരു പുരോഗമനം, മീൻസ് ഒരു ഡെവലപ്മെന്റ് കിട്ടേണ്ട ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ഇറ്റ് ബ്രോട്ട് എസ് റെപ്രസീവ് ലെജിസ്ലേഷൻ ആൻഡ് മാർഷ്യൽ ലോ ഇൻ പഞ്ചാബ്. പക്ഷെ കാര്യങ്ങൾ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടേ ഉള്ളൂ. മാർഷ്യൽ ലോ ലെജിസ്ലേഷൻ, അതായത് അതുപോലുള്ള ഒരുപാട് നിയമങ്ങൾ പഞ്ചാബിൽ നടപ്പിലാക്കി. എ ബിറ്റർ സെൻസ് ഓഫ് ഹ്യൂമിലിയേഷൻ ആൻഡ് പാഷനേറ്റ് ആങ്കർ ഫീൽഡ് അവർ പീപ്പിൾ. ഞാൻ പറഞ്ഞു തരാം, നമ്മൾ ഈ ഒന്നാം ലോക മഹായുദ്ധം എന്നല്ല, ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നറിയാവോ? ബ്രിട്ടീഷുകാരുടെ കീഴിലല്ലായിരുന്നു ഇന്ത്യക്കാര്. സോ ബ്രിട്ടീഷുകാർ ഏതൊക്കെ യുദ്ധങ്ങളിൽ പങ്കെടുക്കുമോ ഇവിടുത്തെ ആൾക്കാരെ കൊണ്ടുപോകും, അവരുടെ ആർമിയിൽ ചേർക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ട് ഫൈറ്റ് ചെയ്യിക്കും. അങ്ങനെ വന്നപ്പോഴേ ഈ വേൾഡ് വാർക്ക് വന്ന സമയത്ത് അവരൊരു വാഗ്ദാനം നമുക്ക് തന്നിരുന്നു. വേൾഡ് വാർസിൽ അവരോടൊപ്പം പങ്കെടുക്കുകയാണെങ്കിൽ, അവരെ സഹായിക്കുകയാണെങ്കിൽ അവർ നമുക്ക് സ്വാതന്ത്ര്യം തരാമെന്ന്. പക്ഷേ പറ്റിച്ചു. വേൾഡ് വാറിൽ പങ്കെടുത്തു, ജയിച്ചു, എന്നിട്ടും എന്ത് ചെയ്തില്ല? അവർ സ്വാതന്ത്ര്യം തന്നില്ല. അത് കാരണം സ്വാതന്ത്ര്യം തന്നില്ല എന്ന് മാത്രമല്ല, കുറച്ചുകൂടെ കടുപ്പത്തിൽ ഇവിടെ നിയമങ്ങൾ നടപ്പിലാക്കപ്പെട്ടു. അപ്പോൾ എല്ലാവരുടെ മനസ്സിലും ഭയങ്കരമായ ഒരു വിഷമം, രോഷമൊക്കെ ഉണ്ടായി. അതാ പറഞ്ഞിരിക്കുന്നത്, എ ബിറ്റർ സെൻസ് ഓഫ് ഹ്യൂമിലിയേഷൻ ആൻഡ് പാഷനേറ്റ് ആങ്കർ ഫീൽഡ് അവർ പീപ്പിൾ. വി ഹാഡ് ബിക്കം എ ഡീറിലിക് നേഷൻ. ചോദിക്കാനും പറയാനും ആരുമില്ല. അങ്ങനെ അനാഥരെ പോലെ, മീൻസ് അത്രയും എന്താണ്, വലിയ പരിതാപകരമാണ് ഇപ്പോഴത്തെ നമ്മുടെ നേഷന്റെ അവസ്ഥ. യെറ്റ് വാട്ട് കുഡ് വി ഡു? ഹൗ ടു ചേഞ്ച് ദിസ് വിഷ്യസ് പ്രോസസ്? എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെ ഈ അവസ്ഥയിൽ, അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ്, ഇതിനൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും? ബ്രിട്ടീഷുകാരെ എങ്ങനെ ഇവിടെ നിന്ന് ഓട്ടിക്കാൻ പറ്റും? എങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യം നമുക്ക് വീണ്ടെടുക്കാൻ പറ്റും? ഒരുപാട് ചോദ്യങ്ങൾ അപ്പോൾ ആൾക്കാരുടെ മനസ്സിലുണ്ടായിരുന്നു. വി സീം ടു ബി ഹെൽപ്ലെസ് ഇൻ ഗ്രിപ്പ് ഓഫ് സം ഓൾ പവർഫുൾ മോൺസ്റ്റർ. എന്തോ വളരെ പവർഫുള്ളായ ഒരു മോൺസ്റ്ററിന്റെ പിടിയിലാണോ ഞങ്ങൾ എന്ന് പലപ്പോഴും ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. കാരണം വി ഫെൽ ഹെൽപ്ലെസ്. ഇവിടെ നിന്നും രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. എങ്ങനെ ഇവരെയൊക്കെ ഓട്ടിക്കണമെന്ന് പോലും പറയാൻ അറിയത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. Our minds deadened. Large numbers of people cut off from land and incapable of any kind of manual or technical work joined the swelling army of the unemployed, and helpless, hopeless, sank ever deeper into morass. They did not know where to look, for neither the old nor the new offered them any hope. അപ്പൊ അവരുടെ ആ അവസ്ഥയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ കട്ട് ഓഫ് ഫ്രം ദ ലാൻഡ് ആൻഡ് ഇൻകേപ്പബിൾ ഓഫ് എനി കൈൻഡ് ഓഫ് മാനുവൽ ഓർ ടെക്നിക്കൽ വർക്ക്. ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്തു? നാട് വിട്ടുപോയി. കാരണം ഇവിടെ ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റില്ല, ഇവരുടെ അടിമകളായിട്ട് ഇവിടെ നേരാവണ്ണം നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നപ്പോൾ പല ആൾക്കാരും ഇവിടെ നിന്ന് നാട് വിട്ടുപോയി. ഇവിടെ മാനുവലായിട്ടുള്ള ജോലികളോ ടെക്നിക്കലായിട്ടുള്ള ജോലികളോ നേരാവണ്ണം ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. സോ പല ആൾക്കാരും എന്ത് ചെയ്തു? ദേ ജോയിൻ ദ സ്വെല്ലിംഗ് ആർമി. സ്വെല്ലിംഗ് ആർമി എന്ന് പറയാൻ കാര്യം, നാൾക്ക് നാൾ അംഗബലം കൂടിക്കൂടി വരികയാണ് ബ്രിട്ടീഷ് ആർമിയുടെ. കാരണം ഇതുപോലെ ആൾക്കാർ ചേരുന്നത് കൊണ്ടും പല സ്ഥലങ്ങളും അവർ പിടിച്ചു. കാരണം നമുക്കറിയാം, ബ്രിട്ടീഷ് സാമ്രാജ്യം നാൾക്ക് നാൾ കൂടി എന്താണ്, അവരുടെ സാമ്രാജ്യം വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അവർ പുതിയ പുതിയ രാജ്യങ്ങൾ പിടിച്ചെടുക്കുന്നു, പുതിയ പുതിയ സ്ഥലങ്ങൾ അവരുടെ കോളനികളാക്കുന്നു. അങ്ങനെയൊക്കെ വന്നപ്പോൾ എന്ത് ചെയ്തു? അവരുടെ അംഗബലം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ പല ആൾക്കാരും ഇവിടുത്തെ ജോലിയൊക്കെ വിട്ടിട്ട് അവരുടെ കൂടെ ആർമിയിൽ പോകാൻ നിർബന്ധിതരായി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജോയിൻ ദ സ്വെല്ലിംഗ് ആർമി ഓഫ് അൺഎംപ്ലോയിഡ് ആൻഡ് ഹെൽപ്ലെസ്. അപ്പോൾ ഈ പറഞ്ഞ നിർബന്ധിതമായിട്ട് ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അവരൊക്കെ എന്ത് ചെയ്യുമെന്നറിയാവോ? അൺഎംപ്ലോയ്മെന്റ് മീൻസ് ജോലി ഇല്ലാത്തവരുടെ കൂട്ടത്തിൽ കൂടിയെന്നാണ്. കാരണം നിവൃത്തികൾ കൊണ്ടാണ്. ഒന്നെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് അടിമകളായിട്ട് ജീവിക്കണം, അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ജോലിയില്ലാത്തവരെ, കൂലിയും തൊഴിലും ഒന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെ അനാഥരായിട്ട് നടക്കണം. എന്ത് വേണോ ചെയ്യാം. അപ്പൊ കൂടുതൽ ആൾക്കാരും ആത്മാഭിമാനമുള്ള ആൾക്കാരായതുകൊണ്ട് അവർ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്ക് അടിമപ്പെടാൻ പോയില്ല. ദേ ജോയിൻ ദ സ്വെല്ലിംഗ് ആർമി ഓഫ് ദി അൺഎംപ്ലോയിഡ് ആൻഡ് ഹെൽപ്ലെസ്, ഹോപ്പ്ലെസ്, സാങ്ക് അവർ ഡീപ്പർ ഇൻ ടു മൊറാസ്. മൊറാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സത്യം പറഞ്ഞാൽ ചതുപ്പ് നിറം എന്നാണ് യഥാർത്ഥ അർത്ഥം. ഇവിടെ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് പറയാം. ഇവിടുത്തെ അർത്ഥം അതാണ്. കാര്യങ്ങൾ എന്ത് ചെയ്തു? കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറി. കാരണം ആൾക്കാരെല്ലാവരും ജോലിയൊക്കെ ഉപേക്ഷിച്ച് ആൾക്കാർ ഗ്രൂപ്പ് ആവുകയാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാനുള്ള ഒരു ഗ്രൂപ്പ് അവിടെ ഫോം ചെയ്യുകയായിരുന്നു പതുക്കെ പതുക്കെ. കാരണം കഷ്ടപ്പെടുന്നവരെല്ലാവരും കൂടെ ഒരുമിച്ച് വരികയാണ് ഇവർക്കെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട്. ദേ ഡിഡ് നോട്ട് നോ വെയർ ടു ലുക്ക്, ഫോർ നെയ്തർ ദി ഓൾഡ് ഓർ നോർ ദി ന്യൂ ഓഫേർഡ് ദം എനി ഹോപ്പ്. പഴയ ആൾക്കാർക്കോ പുതുതായിട്ട് വരുന്ന ആൾക്കാർക്കോ ഒന്നും അവർക്ക് ഒരു പ്രതീക്ഷയും നൽകാൻ പറ്റിയില്ല. എന്ത് ചെയ്യണം? അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എവിടെ നോക്കണം? അവരുടെ ജീവിതം, നഷ്ടപ്പെട്ട അവസരങ്ങൾ, ഇതിനൊക്കെ വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന് പോലും അറിയില്ല. നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു പ്രതീക്ഷയില്ലാത്ത, നിരാശ മാത്രം ലഭിക്കുന്ന ഒരവസ്ഥയാണ് അവർക്ക് കിട്ടിയത് ആ സമയത്ത്.
വാട്ട് കുഡ് വി ഡു? എന്ത് ചെയ്യാൻ പറ്റും? ഹൗ കുഡ് വി പുൾ ഇന്ത്യ ഔട്ട് ഓഫ് ദിസ് ക്വാഗ്മെയർ ഓഫ് പോവർട്ടി ആൻഡ് ഡിഫീറ്റിസം? എന്താണ് ഇന്ത്യയെ മീൻസ് എന്താണ് അത്രയും എക്സ്ട്രീം ക്വാഗ്മെയർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ചതുപ്പ് നിലം, ചെളിക്കുണ്ട്, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇവിടെ ക്വാഗ്മെയർ എന്ന് പറഞ്ഞാൽ പ്രതിസന്ധി ഘട്ടം, അത്രയും ഒരു ഡിഫിക്കൽട്ട് കണ്ടീഷനാണ്. ഈ ഒരു അവസ്ഥയിൽ നിന്നും, ഈ അവസ്ഥ എന്തുകൊണ്ടാണ് ഉണ്ടായത്? ബിക്കോസ് ഓഫ് പോവർട്ടി ആൻഡ് ഡിഫീറ്റിസം. അവർക്ക് അടിയറവ് പറഞ്ഞ് നിൽക്കുകയാണ് ഇന്ത്യക്കാര്, ബ്രിട്ടീഷുകാർക്ക് അടിയറവായി പറഞ്ഞ് നിൽക്കുകയാണ് ഇന്ത്യക്കാർ. അതുപോലെ തന്നെ ഇവിടെ പോവർട്ടി, നേരെ ജോലി ചെയ്യാൻ വയ്യ, ഇവിടുത്തെ പട്ടിണി, ദാരിദ്ര്യം ഒക്കെ കാരണം ഒരു വല്ലാത്തൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണ് ഓൾറെഡി ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നിന്നും രക്ഷപ്പെടണം, ബ്രിട്ടീഷുകാരെ ഓട്ടിക്കുകയും വേണം. എങ്ങനെ ഇതൊക്കെ സാധ്യമാവും? Not for a few years of excitement and agony and suspense, but for long generations, our people had offered their blood and toil, tears and sweat. പെട്ടെന്നൊരു ദിവസം കൊണ്ടുണ്ടായ ഒരു രാജ്യമല്ല ഇന്ത്യ. നോട്ട് ഫോർ എ വെരി ഫ്യൂ ഇയേഴ്സ് ഓഫ് എക്സൈറ്റ്മെന്റ് ആൻഡ് ആഗണി ആൻഡ് സസ്പെൻസ്. കുറച്ച് സമയം കൊണ്ടുണ്ടായതൊന്നുമല്ല, ഒരുപാട് നാളത്തെ, ദീർഘനാളത്തെ ഞങ്ങളുടെ ഇവിടുത്തെ പല തലമുറകളായിട്ടുള്ള ആൾക്കാരുടെ കഷ്ടപ്പാട്. അവർ എന്താണ്, ദേ ഓഫേർഡ് ദെയർ ബ്ലഡ് ആൻഡ് ടോയിൽ. എന്താണ് അതിന്റെ അർത്ഥം? എക്സ്ട്രീം എന്താണ്, അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് അവരുടെ എഫേർട്ട്, അവരുടെ വേർപ്പൊഴുക്കിയതിന്, അവർ ചോര നീരാക്കി ഉണ്ടാക്കിയ റിസൾട്ടാണ് നമ്മൾ ഇന്ന് ഇന്ത്യയിൽ കാണുന്നത്. സോ ആ കഷ്ടപ്പാട്, അവരുടെ അധ്വാനം, അതൊന്നും ഇല്ല എന്ന് നമ്മൾ മീൻസ് അങ്ങനെ ചിന്തിക്കാൻ പറ്റത്തില്ല, കണ്ടില്ല എന്ന് അടിക്കാൻ പറ്റത്തില്ല. And this process had eaten its way deep into the body and soul of India, poisoning every aspect of our life. എന്താണ് ഈ പ്രോസസ് എന്ന് പറയുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇവരുടെ മനസ്സിൽ തോന്നിയ ആ ഒരു വൈരാഗ്യം, അല്ലെങ്കിൽ ഒരു ബ്രിട്ടീഷുകാർക്കെതിരെയുള്ളൊരു രോഷം, അത് പതുക്കെ പതുക്കെ എല്ലാവരിലും എത്തിക്കൊണ്ടിരിക്കുക. ലൈക്ക് എ പോയിസൺ, എല്ലാവരിലും, സോൾ ഓഫ് ഇന്ത്യയിലേക്ക് മീൻസ് എല്ലാവരിലും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഒട്ടാകെ ആൾക്കാരുടെ മനസ്സിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടണം എന്നൊരു ചിന്ത എല്ലാവരുടെ മനസ്സിലും വന്നു തുടങ്ങി. ആൻഡ് ദെൻ ഗാന്ധി കെയിം. അപ്പോഴാണ് ആര് വന്നത്? ഗാന്ധിജി. He was like a powerful current of fresh air that made us stretch ourselves and take deep breaths. Like a powerful current of fresh air. Powerful current means, കറണ്ട് എന്ന് പറഞ്ഞാൽ ഫ്ലോ, എന്തിന്റെയും ഒഴുക്കിനെ നമുക്ക് കറണ്ട് എന്ന് പറയാം. ഇവിടെ എന്ത് ചെയ്യുന്നു? എയറിന്റെ, ഫ്രഷ് എയറിന്റെ ഒരു വലിയ എന്താണ് നമ്മൾ പറയില്ലേ, ആ ഒരു ഒഴുക്ക് ആയിരുന്നു സത്യം പറഞ്ഞാൽ. മീൻസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ശ്വസിക്കാൻ നല്ല, നമ്മൾ പറയില്ലേ ജീവവായു എന്ന് പറയത്തില്ലേ, അതുപോലെ എല്ലാവർക്കും ഒരു പുതുശ്വാസം നൽകി ഗാന്ധിജിയുടെ ഈ വരവ്. നമുക്ക് എല്ലാവർക്കും എന്താണ് റിലാക്സ് ചെയ്യാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഗാന്ധിജിയുടെ വരവ് കാരണം നടന്നു. അത്രത്തോളം ബ്രിട്ടീഷുകാർക്കെതിരെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് എന്താണ് നിരാശരായിരുന്ന നമുക്ക് എല്ലാവർക്കും ഒരു നല്ല പ്രതീക്ഷ ഉണ്ടായി ഗാന്ധിജി വന്നതിന് ശേഷം. ലൈക്ക് എ ബീം ഓഫ് ലൈറ്റ് ദാറ്റ് പിയേഴ്സ് ദ ഡാർക്ക്നെസ്. ഇരുട്ടിനെ പിയർ ചെയ്യുക മീൻസ്, പിയേഴ്സ് എന്ന് പറഞ്ഞാൽ കീറുക, കീറി മുറിക്കുക. ഇവിടെ ഇരുട്ടിനെയും തുളച്ചുകൊണ്ട്, ഇരുട്ടിനെയും ഇല്ലാണ്ടാക്കിക്കൊണ്ട് എന്താണ് എല്ലാവരുടെ മനസ്സിലും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം കൊണ്ടുവന്ന ആളായിരുന്നു ഗാന്ധിജി. അവിടെ ബീം ഓഫ് ലൈറ്റുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ്. ആൻഡ് റിമൂവ് ദ സ്കെയിൽസ് ഫ്രം അവർ ഐസ് ലൈക്ക് എ whirlwind that upset many things. എന്താണ് റിമൂവ് ദി സ്കെയിൽസ്? സ്കെയിൽസ് എന്ന് പറഞ്ഞിരിക്കുന്നത് കണ്ണുകളെ മൂടിയിരിക്കുന്നു. ആ കണ്ണുകളെ മൂടിയിരുന്ന ആ ഒരു സംതിങ്, നമ്മൾ ബ്ലാങ്കറ്റ് എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ എന്തെങ്കിലും സംവാട്ട് നമ്മുടെ കണ്ണുകളെ മൂടിയിരുന്ന കൃത്യമായിട്ട് കാഴ്ച മറച്ചിരുന്ന പല കാര്യങ്ങളും അതെന്ത് ചെയ്തു? അദ്ദേഹം റിമൂവ് ചെയ്തു. മീൻസ് നമ്മുടെ കണ്ണുകൾ തുറപ്പിച്ചത് അദ്ദേഹമായിരുന്നു. ഈ കണ്ണുകൾ തുറപ്പിക്കാന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഓൾറെഡി ഇന്ത്യയിൽ ഒരുപാട് സോഷ്യൽ ഈവിൽസ് എക്സിസ്റ്റ് ചെയ്തിരുന്നു ആ കാലഘട്ടത്തിൽ. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുകയും വേണം, ഇന്ത്യക്കാർക്ക് തമ്മിൽ കൂട്ടത്തലാണ്, ആൾക്കാർ തമ്മിൽ ഒരു ഐക്യമില്ല. ഇവിടെ ഒരുപാട് ഞാൻ പറഞ്ഞതുപോലെ ജാതി, മതം, അതിന്റെ പേരിലുള്ള പ്രശ്നം, അതുപോലെ തന്നെ അനാചാരങ്ങൾ, അയിത്തം, ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഇതിനൊക്കെ എതിരെ പോരാടുകയും വേണം, ആൾക്കാരെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരികയും വേണം, എന്നിട്ട് വേണം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേണ്ടി. സോ ആൾക്കാരുടെ കണ്ണ് തുറപ്പിച്ചത് ഇതുപോലുള്ള തെറ്റിദ്ധാരണകൾ, അനാചാരങ്ങൾ, ദുരാചാരങ്ങൾ, അയിത്തം, ഇതുപോലുള്ള സോഷ്യൽ ഈവിൽസിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തിയത് അത് ഒരുപാട് പേര് ചേർന്നിട്ടാണ്. അതിൽ ഗാന്ധിജിക്കും പങ്കുണ്ടെന്നാണ് പറയുന്നത്. സോഷ്യൽ റിഫോമേഴ്സ് ഒരുപാട് പേരുണ്ടായിരുന്നു, അതിൽ ഗാന്ധിജിക്കും പങ്കുണ്ട്. ലൈക്ക് എ whirlwind that upset many things. whirlwind that upset means ഡിസ്റ്റർബ് ചെയ്യുക. ഇവിടെ എന്താണ് വലിയൊരു മാറ്റം സംഭവിക്കുക, അല്ലെങ്കിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കുക എന്നുള്ള മീനിങ്ങിലാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം വന്നതോടുകൂടി വലിയ ചേഞ്ചസ് ഇവിടെ സംഭവിച്ചു. But most of all, the working of people's mind, he did not descend from the top. He seemed to emerge from the millions of India speaking their language. ഒരു നല്ല ലീഡർ എന്ന് പറയുന്നത് എല്ലാവരെയും മുന്നിൽ നിന്ന് നയിക്കണം, അല്ലെങ്കിൽ എല്ലാവരെയും നയിക്കുന്നവൻ എന്നുള്ളൊരു മീനിങ് മാത്രമല്ല, അയാള് നമ്മളിൽ ഒരാളായിരിക്കണം എന്നൊരു ഫീൽ വരുമ്പോഴാണ് നമുക്ക് അയാളെ യഥാർത്ഥ ലീഡർ എന്ന് വിളിക്കാൻ പറ്റുന്നത്. ഗാന്ധിജിയെ സംബന്ധിച്ച്
അദ്ദേഹം ഒരിക്കലും ഹി ഡിഡ് നോട്ട് ഡിസെൻഡ് ഫ്രം ദ ടോപ്പ്, മുകളിൽ നിന്ന് വന്നതല്ല, നമ്മളിൽ ഒരാളായിട്ട് ഇവിടെ നിന്നും എമർജ് ചെയ്ത ഒരാളാണ് ഗാന്ധിജി. സോ അദ്ദേഹത്തിന് സാധാരണക്കാരുടെ ഭാഷ മീൻസ് ലാംഗ്വേജ് എന്നുള്ള മീനിങ്ങിലല്ല, സാധാരണക്കാരന്റെ പ്രശ്നങ്ങളും അവരുടെ അവസ്ഥയും ഒക്കെ അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു. അതാണ് ആ പറഞ്ഞിരിക്കുന്നത്. എമേർജ് ഫ്രം ദ മില്യൺസ് ഓഫ് ഇന്ത്യ സ്പീക്കിംഗ് ദെയർ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അവരെ റെപ്രസെന്റ് ചെയ്തിരുന്നു അദ്ദേഹം. അവരുടെ എല്ലാ ആവശ്യങ്ങളും ഒക്കെ അവരുടെ പ്രശ്നങ്ങളും ഒക്കെ അദ്ദേഹം തിരിച്ചറിഞ്ഞ് അവരെ റെപ്രസെന്റ് ചെയ്താണ് ഗാന്ധിജി നിന്നത്. ഗെറ്റ് ഓഫ് ദ ബാക്സ് ഓഫ് ദീസ് പെസൻസ് ആൻഡ് വർക്കേഴ്സ് ഹി ടോൾഡ് us, ഓൾ ഓഫ് യു ഹു ലിവ് ബൈ ദെയർ എക്സ്പ്ലോയിറ്റേഷൻ. അപ്പോൾ പലപ്പോഴും നമ്മളോട് പറയാറുണ്ട് എന്താണ്, ഗെറ്റ് ഓഫ് ദ ബാക്സ് ഓഫ് ദീസ് പെസൻസ് ആൻഡ് വർക്കേഴ്സ്. എന്താണ്, ഈ ബ്രിട്ടീഷുകാരുടെ എക്സ്പ്ലോയിറ്റേഷൻ സഹിച്ച് അവരുടെ കീഴിൽ അടിമപ്പണി ചെയ്യുന്ന നമ്മളെ എല്ലാവരെയും പലപ്പോഴും അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. ഗെറ്റ് റിഡ് ഓഫ് ദ സിസ്റ്റം ദാറ്റ് പ്രൊഡ്യൂസ് ദിസ് പോവർട്ടി ആൻഡ് മിസറി. ഇങ്ങനെ പട്ടിണിയും ദാരിദ്ര്യവും ദുരിതവും ഒക്കെ ഉണ്ടാക്കുന്ന ഈ സിസ്റ്റം, ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യണം, തകർത്തെറിയണം, ഇതിനെതിരെ നിങ്ങൾ പോരാടണം എന്ന് നമ്മളെ പഠിപ്പിച്ചതും അദ്ദേഹമാണ്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. പൊളിറ്റിക്കൽ ഫ്രീഡം ടുക്ക് എ ന്യൂ ഷേപ്പ് ദെൻ ആൻഡ് അക്വയർഡ് എ ന്യൂ കണ്ടന്റ്. അങ്ങനെയാണ് പൊളിറ്റിക്കൽ ഫ്രീഡം അവിടെ ആദ്യമായിട്ട് ഉടലെടുക്കുന്നത്. ഉണ്ടായിരുന്നു, എക്സിസ്റ്റ് ചെയ്തിരുന്നു, പക്ഷേ ഒരു പുതിയ രൂപം അത് സ്വീകരിച്ചത് അദ്ദേഹം വന്നതിന് ശേഷമാണ്. ആൻഡ് അക്വയർഡ് എ ന്യൂ കണ്ടന്റ്. അതിന് ഒരുപാട് കണ്ടന്റ് മീൻസ് അതിന്റെ ഉള്ളിൽ മീൻസ് ഇപ്പോൾ ടൂൾസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പൊളിറ്റിക്കൽ ഫ്രീഡം അക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ച ക്വാളിറ്റീസ് ആയിരിക്കാം. അതൊക്കെ പുതിയ രീതിയിലേക്ക് മാറി. നമ്മൾ പറയില്ലേ, ഒരു യാത്ര പുതിയ വഴിയിലേക്കായി. Much that he said we only partially accepted or sometimes did not accept at all. എന്താണ്, അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും ചിലപ്പോഴൊക്കെ നമ്മൾ പാർഷ്യലി അക്സെപ്റ്റ് ചെയ്യും, ചിലപ്പോൾ ഫുള്ളി അക്സെപ്റ്റ് ചെയ്യും, ചിലപ്പോൾ ഒന്നും തന്നെ അക്സെപ്റ്റ് ചെയ്യാത്തൊരവസ്ഥ. അതായത് ഗാന്ധിജി പറഞ്ഞ കാര്യങ്ങൾ അത് ചിലപ്പോഴൊക്കെ നമ്മൾ കുറച്ചെങ്കിലും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കും, ചിലപ്പോൾ പാർഷ്യലായിട്ട് അനുസരിക്കും, ചിലപ്പോൾ ഒന്നും കേൾക്കത്തില്ല. ബട്ട് ഓൾ ദിസ് വാസ് സെക്കൻഡറി. ദി എസൻസ് ഓഫ് ഹിസ് ടീച്ചിങ് വാസ് ഫിയർലെസ്നെസ് ആൻഡ് ട്രൂത്ത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇതൊക്കെ സെക്കൻഡറി ആയിട്ട് പറഞ്ഞതാണ്. അദ്ദേഹം പ്രൈമറി ആയിട്ട് മീൻസ് അത്രയും പ്രൈം ഇമ്പോർട്ടൻസ് കൊടുത്ത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ വേറെയാണ്. എന്താണ്, അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഫിയർലെസ്നെസ് ആൻഡ് ട്രൂത്ത്. ഭയം ഇല്ലാത്ത അവസ്ഥ, നിർഭയ എന്ന് പറയില്ലേ, അതാണ് ഭയം ഇല്ലാത്ത അവസ്ഥ. അതുപോലെ ട്രൂത്ത്, സത്യസന്ധത. നമ്മൾ എന്തിനാ പേടിക്കുന്നത്? നമ്മൾ എന്തെങ്കിലും കള്ളത്തരം ചെയ്യുമ്പോൾ ഇല്ലേ, നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലാണ് നമ്മൾ പേടിക്കാറുള്ളത്. സോ ഇവിടെ അദ്ദേഹം പറയുന്നത് എന്താണ്, ഫിയർലെസ്നെസ്. നിങ്ങൾ ട്രൂത്ത്ഫുൾ ആണെങ്കിൽ, ബീയിങ് ട്രൂത്ത്ഫുൾ, സത്യസന്ധരാവുക, സത്യം മാത്രം പറയുക, സത്യം മാത്രം പ്രവർത്തിക്കുക, ഇങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഫിയർലെസ്നെസ് എന്ന ക്വാളിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞതുപോലെ നമ്മൾ ട്രൂത്ത്ഫുൾ ആണെങ്കിൽ നമുക്ക് പേടിയില്ല, എന്തിനെങ്കിലും പേടിക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ സത്യം മാത്രമേ പറയുന്നുള്ളൂ, നല്ലത് മാത്രമേ ചെയ്യുന്നുള്ളൂ, നമുക്കൊന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല. സോ ഫിയർലെസ്നെസ് അങ്ങനെയാണ് കിട്ടുന്നത്. ബീങ് ട്രൂത്ത്ഫുൾ നിന്നാണ് നമുക്ക് ഫിയർലെസ്നെസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. ആൻഡ് ആക്ഷൻ ആലി ടു ദീസ് ഓൾവേസ് കീപ്പിംഗ് ദ വെൽഫെയർ ഓഫ് ദി മാസസ് ഇൻ വ്യൂ. എന്താ പറഞ്ഞിരിക്കുന്നത്? ആൻഡ് ആക്ഷൻ ആലി ടു ദീസ് മീൻസ് ഇതിനോടനുബന്ധിച്ചുള്ള ആക്ഷൻസ് എന്താണ്? ദേ ഓൾവേസ് കീപ്പിംഗ് ദ വെൽഫെയർ ഓഫ് ദ മാസസ് ഇൻ വ്യൂ. ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് ഫോർ an individual or a nation, so we had been told in our ancient books, was abhaya, fearlessness, not merely bodily courage, but the absence of fear from the mind. ഇപ്പൊ ഇതൊക്കെ നമ്മുടെ പഴയ ആൻഷ്യന്റ് ബുക്സ് മീൻസ് പുരാണങ്ങൾ, വേദങ്ങൾ, അതിൽ നിന്നൊക്കെ കിട്ടുന്ന കാര്യങ്ങളാണ്, മനസ്സിലാക്കാൻ പറ്റുന്ന ക്വാളിറ്റീസ് ആണ്. എന്താണ്? അഭയ, ഫിയർലെസ്നെസ്. അതുപോലെ തന്നെ ഈ ഫിയർലെസ്നെസ് ഉണ്ടെങ്കിൽ എന്തു കാര്യങ്ങളും, നമുക്ക് പേടിയില്ലെങ്കിൽ നമുക്ക് എന്ത് കാര്യങ്ങളും നേടാൻ പറ്റും, ചെയ്യാൻ പറ്റും, ഇല്ലേ? അപ്പൊ ഇതൊക്കെ പെട്ടെന്നൊരു ദിവസം പൊട്ടിമുളച്ചുണ്ടായ ക്വാളിറ്റീസ് അല്ല, ഇതൊക്കെ ഓൾറെഡി നമ്മുടെ പുരാണങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമായ കാര്യങ്ങളാണ്. പലപ്പോഴും നമ്മളത് തിരിച്ചറിയാതെ വിട്ടുപോയി എന്നുള്ളതാണ്. അദ്ദേഹം അത് റിവൈവ് ചെയ്തെടുക്കാൻ സഹായിച്ചു. ദെൻ നമ്മളെ പോലുള്ള ഇവിടുത്തെ കോമൺ മാസ് മീൻസ് ഇവിടുത്തെ കോമൺ ആൾക്കാർ, ക്രൗഡ്, ഇവിടുത്തെ സാധാരണ ജനങ്ങൾ, അവരിലേക്ക് അത് എത്തിക്കാൻ ശ്രമിച്ചു. അവരുടെ വെൽഫെയർ ആയിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ഫിയർലെസ്നെസ് അല്ലെങ്കിൽ ട്രൂത്ത് ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും സാധാരണക്കാരന്, ഇവിടുത്തെ ഇന്ത്യൻ ജനതയ്ക്ക് വെൽഫെയർ ഉറപ്പായിട്ടും സാധ്യമാവും എന്നുള്ളൊരു ഐഡിയ ആയിരുന്നു അദ്ദേഹത്തിന്. So we had been told in our ancient books was abhaya, fearlessness, not merely bodily courage, but the absence of fear from the mind. ഇനി ഫിയർലെസ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ട് മിയർലി ബോഡിലി കറേജ്, ആബ്സെൻസ് ഓഫ് ഫിയർ ഫ്രം ദി മൈൻഡ്. പേടി കംപ്ലീറ്റ്ലി നമ്മുടെ മൈൻഡിൽ നിന്നും ഇല്ലാതെ ആക്കുന്ന അവസ്ഥ, അതാണ് ഫിയർലെസ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശിവകുമാർ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഹലോ ശിവകുമാർ, ഒന്ന് മ്യൂട്ട് ചെയ്യാവോ?
ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞത് ഫിയർലെസ്നെസ്. ഓക്കെ, അത് കംപ്ലീറ്റ്ലി നമ്മുടെ മനസ്സിൽ നിന്നും പേടി മാറ്റണം എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദി ഡോമിനന്റ് ഇമ്പൾസ് ഇൻ ഇന്ത്യ അണ്ടർ ബ്രിട്ടീഷ് റൂൾ വാസ് ദാറ്റ് ഓഫ് ഫിയർ, പെർവേസീവ് ഒപ്രഷൻ, സ്ട്രാംഗ്ലിംഗ് ഫിയർ. ദ ഡോമിനന്റ് ഇമ്പൾസ് ഇൻ ഇന്ത്യ അണ്ടർ ബ്രിട്ടീഷ് റൂൾ, അതായത് ബ്രിട്ടീഷുകാർ ഭരിച്ച സമയത്ത് നമ്മളിവിടെ അവരെങ്ങനെ എന്തൊക്കെ ടൂൾസ് ഉപയോഗിച്ചാണ് നമ്മളെ ഭരിച്ചത്, അതാ പറഞ്ഞിരിക്കുന്നത്. ഒപ്രസിങ്, പെർവേസീവ്, ഒപ്രസിങ്, സ്ട്രാംഗ്ലിംഗ് ഫിയർ, നമ്മളെ പേടിപ്പിച്ചാണ് അവർ ഭരിച്ചത്. നമുക്ക് എല്ലാവരോടും പേടിയായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് നമുക്ക് എല്ലാവരോടും എല്ലാത്തിനോടും പേടിയായിരുന്നു. എന്തിനോടൊക്കെ? ഫിയർ ഓഫ് ആർമി, അവരുടെ പട്ടാളത്തിനെ പേടി. ദ പോലീസിനെ പേടി. ദ വൈഡ് സ്പ്രെഡ് സീക്രട്ട് സർവീസ്, അവരുടെ തന്നെ ചാരന്മാര്, സീക്രട്ട് സർവീസ് നടത്തുന്ന ആൾക്കാർ ഒരുപാടുണ്ട്, അവരെ പേടി. ഫിയർ ഓഫ് ഒഫീഷ്യൽ ക്ലാസ്, ഹൈ ക്ലാസ്സുകാർ, നമ്മുടെ ഇവിടുത്തെ ജന്മിമാരെ പേടി. ഫിയർ ഓഫ് ലോസ് മെൻ ടു സപ്രസ് ആൻഡ് ഓഫ് പ്രിസൺ, ഇതാണ് നമ്മളെ അടിച്ചമർത്താനും നമ്മളെ ജയിലിലടയ്ക്കാനും വേണ്ടി അവരുണ്ടാക്കിയ നിയമത്തിനെ പേടി. ഫിയർ ഓഫ് ദ ലാൻഡ് ലോഡ്സ് ഏജന്റ്, ലാൻഡ് ലോഡ് ജന്മിമാരുടെ ഏജന്റുകളെ നമുക്ക് പേടി, അവരുടെ കാര്യസ്ഥനെ പോലും നമുക്ക് പേടി. ഫിയർ ഓഫ് മണി ലെൻഡർ, ഇതുപോലെ പണം പലിശയ്ക്ക് എടുക്കുന്നില്ലേ, അതുപോലുള്ള പലിശക്കാരുടെ അവരെ പറ്റി ഓർത്ത് പേടി. ഫിയർ ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആൻഡ് സ്റ്റാർവേഷൻ, പട്ടിണി, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, അതിനെപ്പറ്റി പേടി. വിച്ച് വെർ ഓൾവേസ് ഓൺ ദ ത്രെഷോൾഡ്. അപ്പൊ ഈ പേടികളെല്ലാം കൂടെ ചേർത്താണ് നമ്മളെ അങ്ങനെ ഒരു പരുവത്തിലാക്കിയത്, നമ്മളെ അവരുടെ കീഴിൽ ആക്കിയെടുത്തത് ഈ പറഞ്ഞ ഭയമാണ്. എല്ലാത്തിനോടും നമുക്ക് ഭയമാണ്. It was against this all-pervading fear that Gandhi's quiet and determined voice was raised. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതുപോലെ പലതരത്തിലാണ് ഭയം. ബ്രിട്ടീഷുകാർക്കെതിരെ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത് ഭയമാണ്. ആ ഭയത്തിൽ നിന്നാണ്, സത്യം പറഞ്ഞാൽ ആ ഭയമാണ് അവരെ ഏറ്റവും വലിയ ആയുധമായിട്ട് കണ്ടെത്തിയിരുന്നത്. It was against this all-pervading fear that Gandhi's quiet and determined voice was raised. അപ്പോൾ ഈ രീതിയിൽ നമ്മളെ ഭയപ്പെടുത്തിയ ഈ കാര്യങ്ങളുണ്ടല്ലോ, ഇതിനെതിരെയാണ് ഗാന്ധിജി ശബ്ദം ഉയർത്തിയത്. Be not afraid. Was it so simple as all that? അപ്പൊ നമ്മളോട് പറഞ്ഞു അദ്ദേഹം എന്താണ്? Be not afraid, പേടിക്കരുത്. പക്ഷെ ആ വാക്കുകൾ എന്താണ്? പേടിക്കരുതെന്ന് മാത്രം നമ്മളെടുത്ത് പറഞ്ഞാൽ അത്രത്തോളം സിമ്പിൾ ആണോ പേടിക്കാതിരിക്കുക എന്ന് പറയുന്നത്? നോട്ട് ക്വൈറ്റ്, അത്രത്തോളം സിമ്പിൾ അല്ല. And yet fear builds its phantoms which are more fearsome than reality itself, and reality, when calmly analyzed and its consequences willingly accepted, loses much of its terror. എന്താണ് സത്യം പറഞ്ഞാൽ ഈ ഭയം എന്ന് പറയുന്നത് നമ്മളെ ഇങ്ങനെ ഒരു ഭീതി പരത്തി പേടിപ്പിച്ചാണ്. ചെറിയ കാര്യങ്ങളായിരുന്നാൽ പോലും അതിനെപ്പറ്റി ചിന്തിച്ച് നമ്മൾ പേടിക്കുന്നതാണ് സത്യം പറഞ്ഞാൽ. ഇനി റിയാലിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ്, ചിലപ്പോഴൊക്കെ അതിന്റെ കോൺസിക്വൻസുകളെ പറ്റിയൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിയുമ്പോൾ, അതൊക്കെ വില്ലിംഗ്ലി നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇനി എന്ത് വന്നാലും നമ്മൾ ഫേസ് ചെയ്യാൻ തയ്യാറാണ് എന്ന് നമ്മൾ എടുത്ത് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ, തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഇനി എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ ഒരിക്കലും പേടിക്കാൻ പോകുന്നില്ല. എത്ര വലിയ പ്രശ്നം വന്നാലും അത് അക്സെപ്റ്റ് ചെയ്യാനും ഫേസ് ചെയ്യാനൊക്കെ നമ്മൾ ഓക്കെ ആണെങ്കിൽ, നമ്മൾ ഇതാണ് അത്രയും വില്ലിങ് ആണെങ്കിൽ, പിന്നെ ഈ കാര്യങ്ങളൊന്നും നമ്മൾ ഒരിക്കലും പേടിപ്പിക്കാൻ പോകുന്നില്ല. സോ അങ്ങനെ നമ്മളെ മൈൻഡിനെ അങ്ങനെ സെറ്റ് ചെയ്യണം എന്നാണ്. സോ സഡൻലി ആസ് ഇറ്റ് വെയർ ദാറ്റ് ബ്ലാക്ക് പൗൾ of fear was lifted from the people's shoulders, not wholly of course, but to an amazing degree. അങ്ങനെ സഡൻലി ആ ഒരു ബ്ലാക്ക് പാൾ ഓഫ് ഫിയർ മീൻസ് എന്താണ്, നമ്മളെ ഇത്രയും നാൾ മൂടിയിരുന്ന ആ ഒരു ഭയത്തിന്റെ ബ്ലാങ്കറ്റ് അതെന്ത് ചെയ്തു, അവിടെ നിന്നും റിമൂവ് ചെയ്തു അദ്ദേഹം. ഫ്രം ദ പീപ്പിൾസ് ഷോൾഡേഴ്സ്. ഷോൾഡർ മീൻസ് നമ്മൾ എന്തിനാണ് ഷോൾഡർ ചെയ്യുന്നത്? ഭാരം ഇല്ലേ? ഇത്രയും കാലവും നമ്മളെ നേരെ നൂന്ന് നിൽക്കാൻ പോലും സമ്മതിക്കാത്ത ഒരു ഭാരമായിരുന്നു ഈ ഭയം. അതൊക്കെ അദ്ദേഹം റിമൂവ് ചെയ്തു. നോട്ട് ഹോളി, കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തു എന്നല്ല, പക്ഷേ ബട്ട് ടു ആൻ അമേസിംഗ് ഡിഗ്രി, പക്ഷെ വലിയൊരു തലത്തിൽ എന്ത് ചെയ്തു അദ്ദേഹം ആ ഒരു കാര്യത്തിന് നമ്മളെ ഹെൽപ്പ് ചെയ്തു, നമ്മുടെ ഭയം മാറ്റാൻ അദ്ദേഹം സഹായിച്ചു. ആസ് ഫിയർ ഈസ് ക്ലോസ് കമ്പാനിയൻ ടു ഫാൾസ്ഹുഡ്, സോ ട്രൂത്ത് ഫോളോസ് ഫിയർലെസ്നെസ്. എന്താണ് ഫിയർ ഈസ് ക്ലോസ് കമ്പാനിയൻ ടു ഫാൾസ്ഹുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കള്ളത്തരം ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് ഭയം ഉണ്ടാവുന്നത്, അവ തമ്മിൽ കണക്റ്റഡ് ആണ്. സോ ട്രൂത്ത് എപ്പോഴും ഫിയർലെസ്നെസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നു. നമ്മൾ സത്യം ചെയ്തു കഴിഞ്ഞാൽ, നല്ലത് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഫിയർലെസ്നെസ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ എത്തും. പേടി എപ്പോഴും കള്ളത്തരത്തിന്റെ ചങ്ങാതിയാണെങ്കിൽ, എന്താണ് ഈ പറഞ്ഞതുപോലെ സത്യസന്ധമാണെങ്കിൽ നമുക്ക് പേടിയില്ലാത്തൊരവസ്ഥയിലേക്ക് പോകാൻ സാധിക്കും. ദേ ആർ കണക്റ്റഡ്. ട്രൂത്തും ഫിയർലെസ്നെസ്സും കണക്റ്റഡ് ആണ്. അതേസമയം ഫിയറും ഫാൾസ്ഹുഡും കണക്റ്റഡ് ആണ്, നേരെ ഓപ്പോസിറ്റാണ് വരുന്നത്. The Indian people did not become much more truthful than they were, nor did they change their essential nature overnight. Nevertheless, a sea change was visible as the need for falsehood and furtive behavior lessened. ഇന്ത്യക്കാരെ കള്ളത്തരം ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടുത്തെ സ്വഭാവം ആൾക്കാരുടെ. സോ
നമ്മൾ ആരും കള്ളത്തരം ചെയ്യരുതെന്നോ നമ്മൾ ഈ ഫാൾസ്വുഡിലേക്ക് പോകരുതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു സംഭവമാണ്. നമ്മുടെ മുന്നിൽ വലിയൊരു വെല്ലുവിളിയാണ്. സീ ചേഞ്ച് അവിടെ ആവശ്യമായിട്ട് വന്നു. സീ ചേഞ്ച് എന്ന് പറഞ്ഞാൽ അത്രയും ഒരു വലിയ മാറ്റം അവിടെ വരേണ്ടതായിട്ടുണ്ട്. It was a psychological change, almost as if some expert in psychoanalytical methods had probed deep into patient's past, found out the origins of his complexes, exposed them to his view, and thus rid him of that burden. Gandhiji was like a doctor, അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റ്, അല്ലെങ്കിൽ ഒരു സൈക്കോ അനലിറ്റിക്സ് ചെയ്യുന്നതാണ് അത് നടത്തുന്ന ആൾക്കാരെ പോലെ. നമുക്കറിയാം, ഒരു മാനസിക രോഗ വിദഗ്ധൻ നോക്കുന്നൊരു ഡോക്ടർ എന്താ ചെയ്യുന്നത്? ഒരു രോഗിയെ കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ മനസ്സിനെ പറ്റി പഠിച്ച് അയാളുടെ പാസ്റ്റ് എല്ലാം നോക്കി അയാളുടെ രീതികളൊക്കെ പഠിച്ചതിന് ശേഷം എന്താണ് അയാളുടെ പ്രശ്നമെന്ന് കണ്ടെത്തുന്നു. അതിനുള്ള ഒരു പരിഹാരം ഏതൊരു ഡോക്ടറും അതാ ചെയ്യുന്നത്. അപ്പോൾ ഹിപ്നോട്ടൈസ് എന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? ഹിപ്നോട്ടൈസ് എന്ന ആൾക്കാരെ എന്താ അവർ ചെയ്യുന്നത്? ഹിപ്നോട്ടൈസ് ചെയ്യുമ്പോൾ അവർ നമ്മുടെ മനസ്സെന്താണെന്ന് അറിയാനാണ് നോക്കുന്നത്. സോ ഗാന്ധിജിയും അതുപോലെയാണ് ചെയ്തത്. എന്താണ്? ഇറ്റ് വാസ് എ സൈക്കോളജിക്കൽ ചേഞ്ച്. അദ്ദേഹം ഇവിടെ കൊണ്ടുവന്ന മാറ്റം എന്ന് പറയുന്നത് ഇറ്റ് വാസ് ലൈക്ക് എ സൈക്കോളജിക്കൽ ചേഞ്ച് എന്നാണ് പറയുന്നത്. മാനസികമായിട്ട് നമ്മളെ മാറ്റിയെടുക്കുകയായിരുന്നു അദ്ദേഹം. ഒരു നല്ല എക്സ്പേർട്ട് സൈക്കോ അനലിറ്റിക് മെത്തേഡുകൾ യൂസ് ചെയ്തിട്ട് ഒരു പേഷ്യൻ്റ് അയാളുടെ മുന്നിലെ രോഗിയുടെ പാസ്റ്റും ഒക്കെ നോക്കി അയാളുടെ പ്രശ്നങ്ങളുടെ ഒറിജിൻ എന്താണെന്ന് മനസ്സിലാക്കി അതിൽ നിന്നൊക്കെ ഒരു മാറ്റം അയാൾക്ക് കൊണ്ടുവരികയാണ്. ദസ് റിഡ് ഹിം ഓഫ് ദാറ്റ് ബർഡൻ. അയാളെ അലട്ടുന്ന പ്രശ്നം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ നിന്നും അയാളെ രക്ഷപ്പെടുത്തി എടുക്കുകയാണ് ഒരു നല്ല ഈ പറഞ്ഞതുപോലുള്ള സൈക്കോ അനലിറ്റിക്സ് ചെയ്യുന്നത്. സോ ഗാന്ധി അതുപോലെയായിരുന്നു ചെയ്തത്. എന്താണ്? ഇവിടുത്തെ ആൾക്കാരുടെ പ്രധാന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് സോൾവ് ചെയ്യാൻ അദ്ദേഹം സഹായിച്ചു. ഫസ്റ്റത്തെ പടി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. എന്താണ്? ആ ആൾക്കാരുടെ കള്ളത്തരം, കാപട്യം ഇതൊക്കെ മാറ്റിയെടുക്കണം എന്ന് ആൾക്കാരെ ഉപദേശിച്ചു. There was the psychological reaction also, a feeling of shame at our long submission to an alien rule that had degraded and humiliated us. ഇനി അദ്ദേഹം പറഞ്ഞ വാക്കുകൾ മാത്രമല്ല, സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ ഒരു നാണക്കേട് ഫീൽ ചെയ്തു എന്നുള്ളതാണ്. സൈക്കോളജിക്കൽ റിയാക്ഷൻ അവിടെ ഉണ്ടായിരുന്നു. കാരണം ഇത്രയും കാലം ഗാന്ധിജിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഇത്രയും കാലം അറിഞ്ഞുകൊണ്ട് യുവമാരുടെ കീഴ്പ്പ് മീൻസ് ഒരു അടിമയായിട്ട് ഇവിടെ ജീവിക്കാൻ നമ്മൾ നിന്നു കൊടുത്തല്ലോ. നമ്മളിവിടെ അവരുടെ മുന്നിൽ നമ്മുടെ നട്ടല് വളച്ച് നിന്നു കൊടുത്തത് കൊണ്ടാണ് അവർ നമ്മുടെ നട്ടലിൽ ചവിട്ടിയത്, അല്ലെങ്കിൽ നമ്മുടെ അടിച്ചമർത്താൻ നോക്കിയത്. അപ്പൊ നമ്മളങ്ങനെ എന്ത് ചെയ്തു? വളരെ ലോങ് ടേം ആയിട്ട് നമ്മൾ സബ്മിഷൻ വിധേയമായി നിന്നു കൊടുത്തതാണ് നമ്മൾ. ഓക്കെ, ഇങ്ങനെ ഒരു ഏലിയൻ റൂൾ എന്ന് പറഞ്ഞാൽ വിദേശികൾ, ഫോറിനേഴ്സ്, പുറത്തു നിന്ന് വന്നവർ. അപ്പോൾ ഇതുപോലുള്ള ഫോറിനേഴ്സിന്റെ മുന്നിൽ നമ്മൾ നിന്നു കൊടുത്തതാണ്. അതിൽ നമുക്ക് വല്ലാത്തൊരു നാണക്കേട് ഫീൽ ചെയ്തു. ആൻഡ് ഡിസൈഡ് ടു സബ്മിറ്റ് നോ ലോങ്ങർ. ഇനി ഒരിക്കലും ഇവന്മാരുടെ മുന്നിൽ തോറ്റു മീൻസ് ഇതുപോലെ കീഴ്പ്പെട്ട് നിൽക്കാൻ നമ്മൾ ആരും തയ്യാറായിരുന്നില്ല. വാട്ട് എവർ ദ കോൺസിക്വൻസസ് മൈറ്റ് ബി. ഇനി എന്ത് തന്നെ പ്രശ്നങ്ങൾ വന്നാലും, പ്രതിസന്ധികൾ എന്ത് തന്നെ ആയിരുന്നാലും അതൊക്കെ ഫേസ് ചെയ്ത് ഇനി ഒരിക്കലും ഇവർക്ക് കീഴ്പ്പെട്ട് നിൽക്കാൻ ഞങ്ങൾ ആരും തയ്യാറായിരുന്നില്ല. We did not grow much more truthful perhaps than we had been previously, but Gandhi was always there as a symbol of uncompromising truth to pull us up and shame us into truth. പലപ്പോഴും ഈ പറയുന്ന പോലെ എപ്പോഴും ട്രൂത്ത്ഫുൾ ആവാനും നമുക്ക് പറ്റിയിരുന്നില്ല പലപ്പോഴും. സോ അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് എപ്പോഴും കേൾക്കാനും പറ്റില്ല. പക്ഷെ ഗാന്ധിജി അവിടെ ഉണ്ടായിരുന്നു എപ്പോഴും, ലൈക്ക് എ സിമ്പിൾ ഓഫ് അൺകോംപ്രമൈസിങ് ട്രൂത്ത്. എന്താണ്? ഇനി എന്ത് തന്നെ വിഷയങ്ങൾ വന്നിരുന്നാലും, എത്ര തന്നെ പ്രശ്നങ്ങൾ വന്നാലും അദ്ദേഹം ട്രൂത്ത്ഫുൾ ആയിട്ട് തന്നെ മുന്നേറി എന്നുള്ളതാണ്. അങ്ങനെ തന്നെ നിന്നു. പലപ്പോഴും പുൾ us up and shame us into truth. നമ്മളെപ്പോലും നാണം കെടും, മീൻസ് നമുക്ക് തന്നെ ഒരു നാണക്കേട് തോന്നുന്നു. ഈവൻ ഗാന്ധിജി പോലും അങ്ങനെ നിൽക്കുകയാണ്. ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹം ഫേസ് ചെയ്തു, എന്നിട്ട് പോലും ഗാന്ധിജി അങ്ങനെ നിൽക്കുകയാണ്. ദെൻ വൈ കുഡൻ ബി, നമുക്കങ്ങനെ എന്തുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല? അപ്പോൾ ഒരു വല്ലാത്ത നാണക്കേട്. നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ചെയ്തത് അത് തന്നെ. നമ്മളെ ക്രിട്ടിസൈസ് ചെയ്ത്, നമ്മളെ വിമർശിച്ച്, നമ്മളെ കൊണ്ട് തന്നെ ചിന്തിപ്പിക്കും. എന്താണ്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കൊരു നാണക്കേട് ഫീൽ ചെയ്യും, അതിനെതിരെ പ്രവർത്തിക്കാൻ നമുക്ക് തോന്നും. അപ്പോൾ ആ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ളൊരു പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്തത്. വാട്ട് ഈസ് ട്രൂത്ത്? I do not know for certain, and perhaps our truths are relative and absolute truth is beyond us. എന്താണ് സത്യം? ഇവിടെ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ശരിയെന്നാവാം. എന്താണ് ശരിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് സത്യം എന്ന് ചോദിച്ചാൽ, ഇറ്റ്സ് ഓൾവേസ് റിലേറ്റീവ്. എൻ്റെ ശരിയാവില്ല മറ്റൊരാളുടെ ശരി. അത് റിലേറ്റീവ് ആണ്. സോ ആബ്സല്യൂട്ട് ട്രൂത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ബിയോണ്ട് അസ്. നമുക്ക് ആർക്കും
പറയാൻ പറ്റത്തില്ല, കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല ഇതിൽ എന്താണ് യഥാർത്ഥ ശരി എന്നുള്ളത്. ഓരോരുത്തർക്കും ഓരോ ശരിയാണ്. ഡിഫറെന്റ് പേഴ്സൺസ് മേ ആൻഡ് ഡു ടേക്ക് ഡിഫറെന്റ് വ്യൂസ് ഓഫ് ട്രൂത്ത് ആൻഡ് ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് പവർഫുള്ളി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹിസ് ഓൺ ബാക്ക്ഗ്രൗണ്ട്, ട്രെയിനിങ് ആൻഡ് ഇമ്പൾസസ്. ഓരോ വ്യക്തിയെ സംബന്ധിച്ചും അവരുടെ കാഴ്ചപ്പാട് വ്യത്യസ്തമായിരിക്കുമല്ലോ. സോ ഈ ട്രൂത്തിനെ പറ്റി അവരുടെ എല്ലാവരുടെ ഒപ്പീനിയൻസ് ഡിഫറെന്റ് ആയിരിക്കും. അവർക്ക് എല്ലാവർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള വ്യൂസ്, കാഴ്ചപ്പാടായിരിക്കും ട്രൂത്തിനെ പറ്റി ഉണ്ടാവുന്നത്. ഓരോ വ്യക്തിയും അവരുടെ അവരുടെ ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ തന്നെ അവർക്ക് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസസ്, അവരുടെ ഇമ്പൾസ്, ഇതൊക്കെ ആയിരിക്കും അവരെ വാർത്തെടുക്കുക എന്ന് നമ്മൾ പറയില്ല. അതുപോലെ അവരുടെ ക്യാരക്ടർ രൂപീകരിക്കുന്നത് അങ്ങനെയാണ്. അവരുടെ ബാക്ക്ഗ്രൗണ്ട്, അവർക്കുണ്ടായ എക്സ്പീരിയൻസുകൾ, ഇതൊക്കെയാണ് അവരുടെ ഒരു ക്യാരക്ടറിനെ ഉണ്ടാക്കിയെടുക്കുന്നത്. സോ അങ്ങനെയാണ് അവർ ഇൻഫ്ലുവൻസ് ആവുന്നത്. ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും, വ്യത്യസ്തമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുകളായിരിക്കും. സോ അവർക്ക് ട്രൂത്തിനെ പറ്റിയുള്ള വ്യൂ വ്യത്യസ്തമായിരിക്കും. സോ ഓൾസോ ഗാന്ധി അങ്ങനെ തന്നെയായിരുന്നു ഗാന്ധിജിയുടെ കാര്യത്തിലും. ബട്ട് ട്രൂത്ത് ഈസ്, അറ്റ്ലീസ്റ്റ് ഫോർ ആൻ ഇൻഡിവിജ്വൽ, what he himself feels and knows to be true. According to this definition, I do not know of any person who holds the truth as Gandhi does. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? സോ ഓൾസോ ഗാന്ധി, ബട്ട് ട്രൂത്ത് ഈസ് അറ്റ്ലീസ്റ്റ് ഫോർ ആൻ ഇൻഡിവിജ്വൽ വാട്ട് ഹി ഹിംസെൽഫ് ഫീൽസ് ആൻഡ് നോസ് ടു ബി ട്രൂ. എന്താണ് ഗാന്ധിജിയുടെ ഒരു പെക്യൂലിയായിട്ടാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ഒരുപാട് പേര് സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ, അല്ലെങ്കിൽ സത്യസന്ധതയെ പറ്റിയൊക്കെ പറയുമെങ്കിലും ഗാന്ധിജിയെ പോലെ ആ ഒരു ഐഡിയോളജി അല്ലെങ്കിൽ ആ ഒരു ഐഡിയ ഇത്രയും കാലം പാലിച്ചു വന്ന ഒരു വ്യക്തി വേറൊന്നുമില്ല. അതായത് നമ്മുടെ നെഹ്റുവാണിത് പറയുന്നത്. ജവഹർലാൽ നെഹ്റുവിന്റെ ഒപ്പീനിയൻ ഗാന്ധിജിയെ പോലെ ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യൻ വേറെ ഇല്ല എന്നാണ് പറയുന്നത്. ഗാന്ധിജിയെ പോലെ ട്രൂത്തിന് അത്രത്തോളം വാല്യൂ കൊടുത്ത മറ്റൊരു മനുഷ്യൻ അദ്ദേഹം കണ്ടിട്ടില്ല. ദാറ്റ് ഈസ് എ ഡേഞ്ചറസ് ക്വാളിറ്റി ഇൻ എ പൊളിറ്റീഷ്യൻ, ഫോർ ഹി സ്പീക്സ് ഔട്ട് ഹിസ് മൈൻഡ് ആൻഡ് ഈവൻ ലെറ്റ്സ് ദ പബ്ലിക് സീ ഇറ്റ്സ് ചേഞ്ചിങ് ഫേസസ്. ഇന്നത്തെ കാലത്തെ പൊളിറ്റീഷ്യനെ സംബന്ധിച്ച് ബീയിങ് ട്രൂത്ത്ഫുൾ എന്ന് പറയുന്നത് ഒരു വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ്. കാരണം ഇന്ന് ഏതെങ്കിലും പൊളിറ്റീഷ്യൻ ട്രൂത്ത്ഫുൾ ആയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ച് ട്രൂത്ത്ഫുൾ ആവുക എന്ന് പറയുന്നത് ഒരു വലിയ തമാശയാണ് സത്യം പറഞ്ഞാൽ. ചിലപ്പോൾ അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാം അവർ ട്രൂത്ത്ഫുൾ ആയി കഴിഞ്ഞാൽ. എന്നാൽ ഗാന്ധിജിയെ പോലെ ഒരു വ്യക്തിക്ക് സാധിച്ചു ട്രൂത്ത്ഫുൾ ആവാൻ വേണ്ടി. ഫോർ ഹി സ്പീക്സ് ഔട്ട് ഹിസ് മൈൻഡ്, അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്ത് തോന്നുമോ അദ്ദേഹം പറയുമായിരുന്നു. ഈവൻ ലെറ്റ് ദ പബ്ലിക് സീ ഇറ്റ്സ് ചേഞ്ചിങ് ഫേസസ്, ഈവൻ പബ്ലിക്കിന് മുന്നിൽ എന്ത് തന്നെയായിരുന്നില്ല തുറന്നടിച്ചതുപോലെ പറയുക. അതുപോലെ തന്നെ ഇതുപോലുള്ള നല്ല ഐഡിയാസ് മറ്റുള്ളവർക്ക് കൂടെ എന്ത് ചെയ്തു പകർന്നു കൊടുക്കുക. ഇതൊക്കെയാണ് അദ്ദേഹം ചെയ്തിരുന്നത്. ഗാന്ധി ഇൻഫ്ലുവൻസ് മില്യൺസ് ഓഫ് പീപ്പിൾ ഇൻ ഇന്ത്യ ഇൻ വേരിയിങ് ഡിഗ്രീസ്. വേരിയിങ് ഡിഗ്രീസ് മീൻസ് പല അളവിൽ ഗാന്ധിജി എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടുത്തെ ആൾക്കാരെ, ഇന്ത്യൻ ജനതയെ സ്വാധീനിച്ചിട്ടുണ്ട്. ഓരോരുത്തരെയും ഓരോ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ. സം ചേഞ്ച് ദ ഹോൾ ടെക്സ്ചർ ഓഫ് ദെയർ ലൈഫ്. ചിലർ അവരുടെ ജീവിതം പൂർണ്ണമായിട്ട് മാറ്റിയെടുത്തു. അതർ വെയർ ഓൺലി പാർട്ട്ലി അഫക്റ്റഡ്. ചിലർക്ക് വളരെ പാർഷ്യലായിട്ടുള്ള ഒരു എഫക്റ്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ചില ആൾക്കാരോ ഓർ ദി എഫക്ട് വോർ ഓഫ് ആൻഡ് യെറ്റ് നോട്ട് ക്വൈറ്റ് ഫോർ സം പാർട്ട് ഓഫ് ഇറ്റ് കുഡ് നോട്ട് ബി ഹോളി ഷേക്കൺ ഓഫ്. ഡിഫറെന്റ് പീപ്പിൾ റിയാക്റ്റഡ് ഡിഫറെന്റ്ലി ആൻഡ് ഈച്ച് വിൽ ഗിവ് ഹിസ് ഓൺ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ. അപ്പോൾ അറിയാലോ, എല്ലാവരെയും ഒരുപോലെ ആയിരിക്കത്തില്ല ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയി എന്നോ എന്തുകൊണ്ട് നിങ്ങൾ ഈ രീതിയിൽ റിയാക്ട് ചെയ്യുന്നെന്നോ ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള ആൻസർ ആയിരിക്കും ഉണ്ടാവുന്നത്. എന്തു തന്നെയായിരുന്നാലും ഗാന്ധിജിയുടെ വാക്കുകൾ, അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ ഇന്ത്യൻ ജനതയെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹിസ് കോൾ ഓഫ് ആക്ഷൻ വാസ് ടു ഫോൾഡ്. അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ രണ്ട് രീതിയിലായിരുന്നു. ദർ വാസ് ഓഫ് കോഴ്സ് ദി ആക്ഷൻ ഇൻവോൾവ് ഇൻ ചാലഞ്ചിങ് ആൻഡ് റെസിസ്റ്റിംഗ് ഫോറിൻ റൂൾ. ആദ്യത്തെ എന്ന് പറയുന്നത് ഫോറിൻ റൂളിനെ എതിരെ പോരാടുക, അതിനെ ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ചാലഞ്ചിങ് ആൻഡ് റെസിസ്റ്റിംഗ് ഫോറിൻ റൂൾ. Then there was also the action which led us to fight against our own social evils. അതേസമയം നമ്മുടെ ഈ സൊസൈറ്റിയിൽ തന്നെയുള്ള ഈവിൾസ്, സോഷ്യൽ ഈവിൾസ്, അവയെ ഫൈറ്റ് ചെയ്യാനും അദ്ദേഹം നമ്മളെ പ്രാപ്തരാക്കി, നമ്മളോട് ആവശ്യപ്പെട്ടു. അപ്പാർട്ട് ഫ്രം ദി ഫണ്ടമെന്റൽ ഒബ്ജക്റ്റീവ് ഓഫ് ദി കോൺഗ്രസ്, ദി ഫ്രീഡം ഓഫ് ഇന്ത്യ and method of peaceful action, the principal planks of Congress was national unity, which involved the solution of the minority problems and raising of the depressed classes and the ending of curse of untouchability. കോൺഗ്രസ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആ കാലഘട്ടത്തിൽ അവരുടെ ഫണ്ടമെന്റൽ ഒബ്ജക്റ്റീവ്, പ്രധാന എയിം എന്ന് പറയുന്നത് ഫ്രീഡം ഓഫ് ഇന്ത്യ ആയിരുന്നു. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വളരെ പീസ്ഫുൾ ആക്ഷനിലൂടെ ഗാന്ധിജി നമ്മളോട് ആവശ്യപ്പെട്ട മറ്റൊരു കാര്യം കൂടെയുണ്ട്. ദ പ്രിൻസിപ്പൽ പ്ലാങ്സ് ഓഫ് കോൺഗ്രസ് വാസ് നാഷണൽ യൂണിറ്റി. ഈ ഒരു ഫ്രീഡം ഓഫ് ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ നാഷണൽ യൂണിറ്റി വേണം. ആ നാഷണൽ യൂണിറ്റിക്ക് വേണ്ടി അതിനൊരു സൊല്യൂഷൻ ആയിട്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങളുണ്ട്. എന്താണ്? ഇറ്റ് ഇൻവോൾവ് ദ സൊല്യൂഷൻ ഓഫ് മൈനോറിറ്റി പ്രോബ്ലംസ്. നാഷണൽ യൂണിറ്റി സാധ്യമാവണമെങ്കിൽ ഇവിടുത്തെ പാവപ്പെട്ടവന്റെ മൈനോറിറ്റി കാറ്റഗറി അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയണം, അത് പരിഹരിക്കണം. റേസിംഗ് ഓഫ് ഡിപ്രസ്ഡ് ക്ലാസ്. ഇവിടുത്തെ ഡിപ്രസ്ഡ് ക്ലാസ്സിൽ പെടുന്ന ആൾക്കാരെ, അവരെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? മുൻനിരയിലേക്ക് കൊണ്ടുവരണം.
എൻഡിങ് ഓഫ് കേഴ്സ് ഓഫ് അൺടച്ചബിലിറ്റി, അയിത്തം അനാചാരം അതുപോലുള്ള ദുരാചാരങ്ങൾ അതെല്ലാം ഇല്ലാണ്ടാക്കണം. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നാഷണൽ യൂണിറ്റി ഇവിടെ സാധ്യമാവുള്ളൂ. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കത്തുള്ളൂ. റിയലൈസിംഗ് ദാറ്റ് the main props of British rule were fear, prestige, the cooperation of the people, and certain classes whose vested interest were centered in British rule, Gandhi attacked these foundations. എന്താണ് realizing that the main props of British rule were fear, prestige, and the എന്താണ് ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിക്കാൻ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത്, പ്രോപ്സ് മീൻ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ടൂൾ, അവർ നമ്മളെ ഭരിക്കാൻ ഉപയോഗിച്ച ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഭയം തന്നെ. നമ്മളെ ഭയപ്പെടുത്തിയാണ് അവർ നമ്മളെ ഭരിച്ചിരുന്നത്. So, the cooperation of people and certain classes whose vested interest were centered in British rule, Gandhi attacked these foundations. അവരുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ തന്നെ നമുക്കറിയാം, ബ്രിട്ടീഷുകാർക്ക് വേണ്ടി സംസാരിക്കാൻ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഫോറിനേഴ്സിന് വേണ്ടി സംസാരിക്കാൻ ആൾക്കാർ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നു. സോ അതുപോലുള്ള രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് രാജ്യത്തിനെ നശിപ്പിക്കുന്ന ആൾക്കാർ, ബ്രിട്ടീഷുകാർക്ക് വേണ്ടി അടിമപ്പണി ചെയ്യുന്ന ആൾക്കാർ, അവരെയൊക്കെ തന്നെയാണ് ഗാന്ധിജി സത്യം പറഞ്ഞാൽ അറ്റാക്ക് ചെയ്തത്. ടൈറ്റിൽസ് വെയർ ടു ബി ഗിവൺ അപ്പ്. ഇനി അവർ ഇപ്പൊ അവരുടെ കീഴിൽ അടിമപ്പണി ചെയ്യണമെന്നില്ല, എന്നാലും അവരുടെ സഹായം നമ്മൾ അഭ്യർത്ഥിച്ചു കഴിഞ്ഞാൽ, ബ്രിട്ടീഷുകാരുടെ സഹായം അഭ്യർത്ഥിച്ചു കഴിഞ്ഞാൽ അത് തന്നെ ഒരു നാണക്കേട് എന്ന് നമ്മളോട് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം നമുക്കറിയാലോ, സർ പദവി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സർ പദവി. ബ്രിട്ടീഷുകാര് ഇവിടുത്തെ ഒരുപാട് വ്യക്തികൾക്ക് സർ പദവി നൽകിയിട്ടുണ്ട്. ആദ്യം തന്നെ ഗാന്ധിജി പറഞ്ഞത് നാണമില്ലേ എന്നാണ് ചോദിച്ചത്. എന്താണ് ഇങ്ങനെ ഒരു പദവി കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട്? ഇതെല്ലാം തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു, നമുക്കത് വേണ്ട. Though the title holders responded to this only in small measure, the popular respect for these British given titles disappeared. എന്താണ് വളരെ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഗാന്ധിജി പറഞ്ഞ ഈ കാര്യം കേട്ടുള്ളൂ, കുറച്ചുപേര് മാത്രമേ അതിനെ റെസ്പോണ്ട് ചെയ്തുള്ളൂ. പക്ഷേ പിൽക്കാലത്ത് എന്ത് ചെയ്തു? കുറച്ചുപേരെങ്കിലും തിരിച്ചു കൊടുത്തല്ലോ, അതോടുകൂടി ആ ബ്രിട്ടീഷ് ഗിവൺ ടൈറ്റിൽസിന് വാല്യൂ ഇല്ലാണ്ടായി. അതൊക്കെ പതുക്കെ ഡിസപ്പിയർ ആയി തുടങ്ങി. അപ്പൊ അവരുടെ ഒരു പദവി നമുക്ക് വേണ്ട. New standards and values were set up, and the pomp and splendor of the viceregal court and the princess suddenly appeared supremely ridiculous. എന്താണ്? ന്യൂ സ്റ്റാൻഡേർഡ് ആൻഡ് വാല്യൂസ് വെയർ സെറ്റ് അപ്പ്. പതുക്കെ നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരാന്ന് പറയില്ല, അതുപോലെ ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ കൊണ്ടുവന്നു പലതരത്തിൽ. Rich men were not so anxious to flaunt their riches. Outwardly at least, many of them adopted similar ways, and in their dress became almost indistinguishable from humbler folk. ഒരു മിനിറ്റ് നിങ്ങൾ ഒന്ന് വായിക്കാവോ? ഒന്ന് വായിച്ചു നോക്കുക, ഒരു മിനിറ്റ്. ഹലോ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ന്യൂ സ്റ്റാൻഡേർഡ്സ് ആൻഡ് വാല്യൂസ് വെയർ സെറ്റ് അപ്പ്, ആൻഡ് ദ പോംപ് ആൻഡ് സ്പ്ലെൻഡർ ഓഫ് ദി വിസറഗൽ കോർട്ട് ആൻഡ് ദ പ്രിൻസസ് സഡൻലി അപ്പിയർഡ് സുപ്രീംലി ridiculous. Rich men were not so anxious to flaunt their riches. Outwardly, at least, many of them adopted simpler ways, and in their dress became almost indistinguishable from humbler folk. ഇപ്പോൾ ഒരുപാട് ഇപ്പം നമുക്കറിയാം, വ്യക്തികൾ പല തരത്തിലാണ്. ഗാന്ധിജി പറഞ്ഞതനുസരിച്ച് ഒരുപാട് പേര് മാറ്റങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായി. പക്ഷെ ചില ആൾക്കാർ, നമുക്കിവിടെ അറിയാം, റിച്ച് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ചില ആൾക്കാർ എന്ത് ചെയ്തു? അവരുടെ ഈ ബ്രിട്ടീഷുകാരോടുള്ള അവരുടെ ഒരു സ്നേഹം ഉണ്ടല്ലോ, ബ്രിട്ടീഷുകാരാണ് അവർക്കെല്ലാം കൊടുക്കുന്നത്, അങ്ങനത്തെ ഒരു അനുകമ്പ, അതൊക്കെ കളയാൻ തയ്യാറായവരുമുണ്ട്, തയ്യാറാവാത്തവരുമുണ്ട്. ന്യൂ സ്റ്റാൻഡേർഡ്സ് ആൻഡ് വാല്യൂസ് വെയർ സെറ്റപ്പ് ആൻഡ് പോംപ് ആൻഡ് സ്പ്ലെൻഡർ ഓഫ് വിസറകൾ എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടു വൈസ്രോയ് എന്നാണ്. വൈസ്രോയ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ടേമാണ് വിസറകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വൈസ്രോയിമാരുടെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണം അവരോട് കീഴ്പ്പെട്ട് ജീവിച്ച ആൾക്കാരിൽ ചില ആൾക്കാർക്ക് ബോധം വന്നു. അവർ തന്നെ വിചാരിച്ചു, ഈ വേണ്ട, ഗാന്ധിജി പറഞ്ഞതാണ് കറക്റ്റ്, ഇവർക്ക് അടിമപ്പെട്ട് ഇനി നിൽക്കാൻ പാടില്ല. Rich men were not so anxious to flaunt their riches. They flaunt their riches means
ചില ആൾക്കാർ എന്ത് ചെയ്തു, അവരുടെ ഈ സർവ്വതും ബ്രിട്ടീഷുകാർക്ക് അടിമപ്പെട്ട് ജീവിച്ച എല്ലാം കളഞ്ഞിട്ട് സാധാരണ ഇന്ത്യക്കാരെ പോലെ ആയിട്ട് മാറി. ചില ആൾക്കാർ ഇതൊന്നും മാറാൻ തയ്യാറായിരുന്നില്ല. ഔട്ട്വേർഡ്ലി അറ്റ്ലീസ്റ്റ് മെനി ഓഫ് ദം അഡോപ്റ്റഡ് സിംപ്ലർ വേസ്. ചിലപ്പോൾ ഇവിടുത്തെ ഹംബ്ലർ ഫോക്കിനെ അതുപോലെ തന്നെ തോന്നപ്പെട്ടു പല ആൾക്കാരും. ഇപ്പോൾ നമ്മൾ പറയില്ലേ ബോധോദയം ഉണ്ടാവുമെന്ന് പറയുന്ന പോലെ കുറെ ആൾക്കാർ എന്ത് ചെയ്തു, ചിന്തിച്ചു, ഇദ്ദേഹം പറഞ്ഞതൊക്കെ ശരിയാണെന്ന് ശരിവെച്ച പല ആൾക്കാരും എല്ലാം ഉപേക്ഷിച്ച് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ പോലെ ജീവിക്കാൻ തുടങ്ങി. കുറെ പേര് ആ സമയത്തും അവർക്ക് അടിമപ്പണി ചെയ്തിരുന്നു. He sent us to the villages and countryside hummed with the activity of innumerable messengers of the new gospel of action. അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാവോ, കോൺഗ്രസ് അതിൻ്റെ പ്രവർത്തകരായിട്ടുള്ള ആൾക്കാരെ പല സ്ഥലങ്ങളിലേക്ക്, മീൻസ് രാജ്യത്തിൻ്റെ പല സ്ഥലങ്ങളിലേക്ക് പറഞ്ഞു വിട്ടു. ചുമ്മാ പറഞ്ഞു വിട്ടതല്ല, കൺട്രി സൈഡ് മീൻസ് പല ഗ്രാമങ്ങളിലും അതുപോലുള്ള സാധാരണ സ്ഥലങ്ങളിലേക്ക് പറഞ്ഞു വിട്ടു. എന്തിനു വേണ്ടിയിട്ടാണ്? വിത്ത് ആക്ടിവിറ്റി ഓഫ് ഇൻന്യൂമറബിൾ മെസ്സഞ്ചേഴ്സ്. നമ്മളെല്ലാവരെയും മെസ്സഞ്ചേഴ്സ് ആയിട്ടാണ് പറഞ്ഞു വിട്ടത്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ, അഭിപ്രായങ്ങൾ ഇതെല്ലാം ഈ പറഞ്ഞ വില്ലേജസിലും എത്തിക്കണം, അവരും കാര്യങ്ങൾ അറിയണം. അതിനുവേണ്ടി വേറൊന്നുമല്ല. ദ പെസന്റ് വാസ് ഷേക്കൺ അപ്പ് ആൻഡ് ഹി ബിഗൈൻ ടു എമേർജ് ഫ്രം ദിസ് ഷെൽ. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ട പെസൻസ് അവര് ഒരു മീൻസ് ഷെല്ലെന്ന് പറഞ്ഞാൽ കംഫോർട്ട് സോൺ. അവരിതൊന്നും അറിഞ്ഞില്ല. അവര് ഇവിടെ നടക്കുന്ന മാറ്റങ്ങളോ ഒന്നും അറിയാതെ ബ്രിട്ടീഷുകാരുടെ അടിമകളായിട്ട് ഇപ്പോഴും ജീവിക്കുകയാണ്. പക്ഷെ നമ്മൾ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവർക്ക് എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ അവർ നമ്മളെ ചൂഷണം ചെയ്യുന്നതാണെന്നും എത്രത്തോളം പ്രശ്നങ്ങൾ രാജ്യം മുഴുവൻ അവർ ഉണ്ടാക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ പെസൻസ് എല്ലാം തയ്യാറായി. peasant was shaken up and he began to emerge from his shell. അപ്പോൾ ഒരു റിയാക്ട് ചെയ്യാൻ അവരെല്ലാവരും തയ്യാറായി. ഒരു ധൈര്യം അവർക്കെല്ലാം വന്നു തുടങ്ങി. The effect on us was different but equally far reaching. For we saw for the first time as it were the villager in the intimacy of his mud hut and with the shadow of hunger always pursuing him. We learnt our Indian economies more from these visits than from books and learned discourses. The emotional experience we had already undergone was emphasized and confirmed, and henceforth there could be no going back for us to our old life or our old standards. അപ്പോൾ പാവപ്പെട്ടവരായിരുന്നാലും അവരിത് ഉൾക്കൊണ്ടല്ലോ. ഈ രീതിയിൽ നോക്കുകയാണെങ്കിൽ എല്ലാവരെയും അദ്ദേഹത്തിന്റെ വാക്ക് സ്വാധീനിച്ചിട്ടുണ്ട്. ഓരോരുത്തരെയും ഓരോ അളവിലാണെന്നേ ഉള്ളൂ. എന്തു തന്നെ ആയിരുന്നാലും ഇവരുടെ പട്ടിണി, അവരുടെ അവസ്ഥ ഒക്കെ ഞങ്ങൾ കണ്ടു, തിരിച്ചറിഞ്ഞു. ഇതുപോലുള്ള പല വില്ലേജസിലും നമ്മൾ യാത്ര ചെയ്തു. ഇതുപോലുള്ള പല പാവപ്പെട്ട പെസൻസിനെയും ഞങ്ങൾ കണ്ടുമുട്ടി, അവരോട് സംസാരിച്ചു. ഇവിടെ നിന്നൊക്കെയാണ് വി ലേൺഡ് അവർ ഇന്ത്യൻ എക്കോണമി. ഇന്ത്യൻ എക്കണോമിക്സ് ഞങ്ങൾ പഠിച്ചത് ഇതുപോലുള്ള പാവപ്പെട്ട പെസൻസിൽ നിന്നാണ്, അല്ലെങ്കിൽ അതുപോലുള്ള വില്ലേജസിൽ നിന്നാണ്. എക്കണോമിക്സ് ഇവിടെ പറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. ആ കാലഘട്ടത്തിൽ വില്ലേജസിന്റെയൊക്കെ അവസ്ഥ അത്രയും പരിതാപകരമാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ മെസ്സഞ്ചേഴ്സ് ആയിട്ട് പല ഗ്രാമങ്ങളിലും ഇറങ്ങി നടന്ന കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ രാജ്യത്തിന്റെ ഉള്ളിലേക്ക് ഞങ്ങൾ ഇറങ്ങിച്ചെന്നതുപോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റി. ഓക്കെ, അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു, ഉറപ്പിച്ചു, ഇനി ഒരിക്കലും പഴയ അവസ്ഥയിലേക്ക് ഞങ്ങൾ മടങ്ങി പോകാൻ തയ്യാറല്ല. ഇനി മാറ്റങ്ങൾ വരണം, ഇവരെല്ലാം ഇവിടെ നിന്ന് ഓട്ടിച്ചു വിടണം, അവർ ഓൾഡ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ഓൾഡ് ലൈഫ് അതിന് വേണ്ട എന്ന് ഞങ്ങൾ എല്ലാവരും പ്രതിജ്ഞ എടുത്തു. വാട്ട് വാസ് ദി ഐഡിയ ഓഫ് ഇന്ത്യ വിച്ച് ഹി വാസ് സെറ്റിംഗ് ഔട്ട് ടു മോൾഡ് അക്കോർഡിംഗ് ടു ഹിസ് ഓൺ വിഷസ് ആൻഡ് ഐഡിയൽസ്. അദ്ദേഹത്തിന്റെ വിഷസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഐഡിയൽസ്, ഐഡിയോളജീസ് വെച്ചിട്ട് എങ്ങനെയുള്ള ഒരു ഇന്ത്യയാണ് അദ്ദേഹം രൂപപ്പെടുത്തിയെടുക്കാൻ പോകുന്നത്? എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചോദ്യത്തിന് അദ്ദേഹം നൽകിയ ഉത്തരമാണ് പറയുന്നത്. ഗാന്ധിജി പറഞ്ഞ ഉത്തരമാണ്, ഐ ഷാൾ വർക്ക് ഫോർ എൻ ഇന്ത്യ ഇൻ വിച്ച് ദ പൂവറസ്റ്റ് ഷാൾ ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് ദെയർ കൺട്രി. ഏറ്റവും പാവപ്പെട്ടവരും തോന്നണം ഇത് അവരുടെ രാജ്യമാണെന്ന്. ഇൻ ഹൂസ് മേക്കിംഗ് they have an effective voice in India in which there shall be no high class low class of people. ഹൈ ക്ലാസ് ലോ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർ, അങ്ങനെ ഒരു വേർതിരിവ് ഇവിടെ പാടില്ല. ഇന്ത്യയുടെ രൂപീകരണത്തിൽ പാവപ്പെട്ടവരും പങ്കുണ്ടാവണം. അങ്ങനെ ഒരു ഇന്ത്യ, ഹൈ ക്ലാസും ലോ ക്ലാസ് എന്നൊരു വേർതിരിവില്ലാത്ത ഇന്ത്യ. ആൻഡ് ഇന്ത്യ ഇൻ വിച്ച് ഓൾ കമ്മ്യൂണിറ്റീസ് ഷോൾ ലിവ് ഇൻ പെർഫെക്റ്റ് ഹാർമണി. എല്ലാ ജാതി മതത്തിലുള്ള ആൾക്കാരും വളരെ പെർഫെക്റ്റ് ഹാർമണിയോടുകൂടി ജീവിക്കുന്ന ഒരു ഇന്ത്യ. There can be no room in such an India for the curse of untouchability or the curse of intoxicating drinks and drugs. അയിത്തം അതുപോലുള്ള സോഷ്യൽ ഈവിൾസിന് അവിടെ സ്ഥാനം ഉണ്ടാവാൻ പാടില്ല.
ഈ അങ്ങനത്തെ ഒരു ഇന്ത്യയിൽ. ദ കേഴ്സ് ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ്സും ഡ്രിങ്ക്സും ഇതുപോലുള്ളവ ആൾക്കാരെ വഴിതെറ്റിക്കുന്ന ലഹരി വസ്തുക്കൾക്ക് അവിടെ സ്ഥാനം ഉണ്ടാവാൻ പാടില്ല. വിമൻ വിൽ എൻജോയ് ദ സെയിം റൈറ്റ് ആസ് മെൻ. സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശമുള്ള ഒരു ഇന്ത്യ ആയിരിക്കണം അത്. ദിസ് ഈസ് ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ്. ഇതാണ് ഗാന്ധിജിയുടെ സ്വപ്നത്തിലെ ഇന്ത്യ എന്ന് പറയുന്നത്. പ്രൗഡ് ഓഫ് ഹിസ് ഹിന്ദു ഇൻഹെറിറ്റൻസ് ആസ് ഹി വാസ്, ഹി ട്രൈ ടു ഗിവ് ടു ഹിന്ദുയിസം എ കൈൻഡ് ഓഫ് യൂണിവേഴ്സൽ അറ്റയർ ആൻഡ് ഇൻക്ലൂഡഡ് ഓൾ റിലീജിയൻസ് വിത്തിൻ ദ ഫോൾഡ് ഓഫ് ട്രൂത്ത്. അദ്ദേഹം ഒരു ഹിന്ദു ആയിരുന്നതിൽ ഒരുപാട് അഭിമാനിച്ചിരുന്നു. സോ ഹിന്ദുയിസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യുന്ന, വേൾഡ് വൈഡ് ഇപ്പൊ ആര് വന്നിരുന്നാലും അതിഥി ദേവോ ഭവ എന്ന് നമ്മൾ പറയുന്നത്. സോ എങ്ങനെയുള്ള ആൾക്കാരായിരുന്നാലും അവരെ ആദ്യം അതിഥികളായിട്ട് കാണുകയാണെങ്കിൽ അവർ ദൈവത്തിനെ പോലെ കണക്കാക്കിയിരുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. പക്ഷെ വന്നവരെല്ലാവരും നമുക്കിട്ട് നന്നായിട്ട് പണി തന്നിട്ടാ പോയി, അത് വേറെ കാര്യം. ഇവിടെ പറയുന്നുണ്ട് അദ്ദേഹം ഈ ഒരു ഹിന്ദുയിസം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ് അത് ലോകത്തിന് തന്നെ ഒരു മാതൃകയാക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ഒരു യൂണിവേഴ്സൽ അറ്റയർ അല്ലെങ്കിൽ യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു രൂപം അതിന് നൽകാൻ അദ്ദേഹം ആഗ്രഹിച്ചു. കാരണം സത്യമാണ്. ഇറ്റ് ഇൻക്ലൂഡഡ് ഓൾ റിലീജിയൻസ് വിത്തിൻ ദ ഫോൾഡ് ഓഫ് ട്രൂത്ത്. എല്ലാ ജാതി മത വേർതിരിവുകളൊന്നുമില്ല, എല്ലാം ഒന്നാണെന്ന് പഠിപ്പിച്ച ഒരു മതമാണത്. അത് കൾച്ചറാണ് കേട്ടോ. ഹിന്ദുയിസം എന്ന് പറയുന്നത് ഒരിക്കലും മതത്തിനെ പറ്റിയല്ല, അതൊരു കൾച്ചറാണ്. ആ കൾച്ചറിലാണ് അദ്ദേഹം അഭിമാനിക്കുന്നത്. ഹി റിഫ്യൂസ് ടു നാരോ ഹിസ് കൾച്ചറൽ ഇൻഹെറിറ്റൻസ്. ഇന്ത്യൻ കൾച്ചർ, ഹി റോട്ട്, ഈസ് നെയ്തർ ഹിന്ദു, ഇസ്ലാമിക് നോർ എനി അതർ ഹോളി. അദ്ദേഹം അത് മാത്രമല്ല, ഈ കൾച്ചറൽ ഇൻഹെറിറ്റൻസിനെ നാരോ ചെയ്യാൻ, മീൻസ് ഇടുങ്ങിയതാക്കാൻ അദ്ദേഹം ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. കുറച്ചുകൂടെ വിശാലമായിട്ട് ചിന്തിക്കുന്ന ഒരാളായത് കൊണ്ട് തന്നെ എല്ലാവരെയും അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. സോ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഇന്ത്യൻ കൾച്ചർ, നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത് ഹിന്ദുയിസം മാത്രമല്ല, അവിടെ ഇസ്ലാമിക് അല്ലെങ്കിൽ ഹിന്ദു, അതുമല്ലെങ്കിൽ ഇതുപോലുള്ള പല കൾച്ചേഴ്സിന്റെ ഒരു മിക്സാണ് സത്യം പറഞ്ഞാൽ അവിടെ വരുന്നത്. സോ ഇവരുടെ എല്ലാവരുടെയും ഒരു ഇൻഫ്ലുവൻസ് ഇന്ത്യൻ കൾച്ചറിലുണ്ട്. It is a fusion of all. Again he said, I want the culture of all lands to be blown out my house as freely as possible. I want the culture of all lands to be blown about my house. മീൻസ് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത്, എല്ലാവരോടും പറയുന്നത് എല്ലാവരും ഈക്വൽ ആയിട്ട്, അതായത് ജാതി മത വേർതിരിവുകളൊന്നും ഇല്ലാതെ എല്ലാവരും ഒരു കുടുംബം പോലെ ഇവിടെ ജീവിക്കണം എന്നാണ് അദ്ദേഹം എപ്പോഴും പറയാൻ ആഗ്രഹിച്ചത്. അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് ഐ റിഫ്യൂസ് ടു ബി ബ്ലോൺ ഓഫ് മൈ ഫീറ്റ് ബൈ എനി വേ. ഐ റിഫ്യൂസ് ടു ലിവ് ഇൻ അതർ പീപ്പിൾസ് ഹൗസ് ആസ് എൻ ഇന്റർലോപ്പർ, എ ബേക്കർ ഓർ എ സ്ലേവ്. അപ്പോൾ ഹിന്ദുയിസം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച് എല്ലാവരെയും സ്വീകരിക്കുമെങ്കിലും ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മൾ അഭയാർത്ഥികളെ പോലെ ജീവിക്കുക എന്ന് പറയുന്നത് വേദനിപ്പിക്കുന്ന കാര്യമാണ്. ഇവിടെ അതാ സംഭവിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ ഇവിടേക്ക് ക്ഷണിക്കുന്നു, അവരെ അതിഥികളെ പോലെ കണ്ടു. പക്ഷെ അവരെന്താ ചെയ്തത്? നമ്മൾ അടിച്ചമർത്തി. ഇപ്പൊ നമ്മുടെ അവസ്ഥ, നമ്മുടെ നാട്ടിൽ നമ്മളിപ്പോൾ അടിമകളായിട്ട് നിൽക്കുകയാണ്. സോ അത് പറ്റത്തില്ല. അതിനൊരിക്കലും അദ്ദേഹം യോജിച്ചിരുന്നില്ല. ഐ റിഫ്യൂസ് ടു ബി ബ്ലോൺ ഓഫ് മൈ ഫീറ്റ് ബൈ എനി വേ. ഐ റിഫ്യൂസ് ടു ലിവ് ഇൻ അതർ പീപ്പിൾസ് ഹൗസസ് ആസ് എൻ ഇന്റർലോപ്പർ. മറ്റൊരാളുടെ സ്ഥലത്ത് ഇന്റർലോപ്പ് മീൻസ് കുടിയേറ്റക്കാരനെ പോലെ വലിഞ്ഞു കയറി, അല്ലെങ്കിൽ ഒരു ബെഗറിനെ പോലെ, ഒരു സ്ലേവിനെ പോലെ കഴിയാൻ, മറ്റൊരാളുടെ സ്ഥലത്ത് അങ്ങനെ കയറി കഴിയാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. സോ ഇവിടെ ബ്രിട്ടീഷുകാർ ചെയ്തത് ഇതാണെന്നാണ് പറയുന്നത്. ഇൻഫ്ലുവൻസ്ഡ് ബൈ മോഡേൺ thought currents, he never let go of his roots and clung to them tenaciously. അദ്ദേഹത്തിന്റെ ഈ മോഡേൺ തോട്ട് കറൻസ് മീൻസ് പുരോഗമനമായിട്ടുള്ള ചിന്ത, ഈ രീതികൾ ഇതൊരിക്കലും അദ്ദേഹം കളഞ്ഞിരുന്നില്ല. ഇതിനെയൊക്കെ മുറുക്കെ പിടിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പ്രവർത്തിച്ചത്. ഇറ്റ് ഈസ് നോട്ട് സർപ്രൈസിംഗ് ദാറ്റ് ദിസ് അസ്റ്റോണിഷിംഗ്ലി വൈറ്റൽ മാൻ, ഫുൾ ഓഫ് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് അൺയൂഷ്വൽ കൈൻഡ് ഓഫ് പവർ, സ്റ്റാൻഡിംഗ് ഫോർ ഇക്വാലിറ്റി ആൻഡ് ഫ്രീഡം ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ, fascinated the masses of India and attracted them like a magnet. He seemed to them to link up the past with the future and to make the dismal present appear just as a stepping stone to that future of life and hope. ഒരുപാട് പേർക്ക് പ്രതീക്ഷ നൽകി അദ്ദേഹം. ഇറ്റ് ഈസ് നോട്ട് സർപ്രൈസിംഗ് ദാറ്റ് ദിസ് അസ്റ്റോണിഷിംഗ്ലി വൈറ്റൽ മാൻ, ഫുൾ ഓഫ് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് അൺയൂഷ്വൽ കൈൻഡ് ഓഫ് പവർ, സ്റ്റാൻഡിംഗ് ഫോർ ഇക്വാലിറ്റി ആൻഡ് ഫ്രീഡം. ഇതൊരു വലിയ സെന്റൻസ് ആണ്. ഇദ്ദേഹം ഒരു മാഗ്നറ്റിനെ പോലെ ആക്ട് ചെയ്തു എന്നാ പറയുന്നത്. ഒരു മാഗ്നറ്റ്, കാന്തം എന്താ ചെയ്യുന്നത്? എല്ലാവരെയും അട്രാക്ട് ചെയ്യും അല്ലെ? അതുപോലെ എല്ലാവരെയും തന്നിലേക്ക് അട്രാക്ട് ചെയ്യുന്ന, ആകർഷിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അതിന് കാരണമുണ്ട്. അദ്ദേഹത്തിന്റെ സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്, അതുപോലെ അൺയൂഷ്വൽ കൈൻഡ് ഓഫ് പവർ മീൻസ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില ക്വാളിറ്റീസ് ഉണ്ട്. അതുപോലെ സ്റ്റാൻഡിങ് ഫോർ ഇക്വാലിറ്റി ആൻഡ് ഫ്രീഡം, ഇക്വാലിറ്റിക്കും ഫ്രീഡത്തിനും വേണ്ടി നിലകൊള്ളുന്ന അദ്ദേഹത്തിന്റെ മനസ്സ്, അത് വ്യക്തിപരമായിട്ടല്ല, എല്ലാവർക്കും വേണ്ടിയിട്ട്. ഇവിടുത്തെ ഇന്ത്യൻ ജനത എല്ലാവർക്കും സ്വാതന്ത്ര്യം കിട്ടണം, ഒരു പ്രത്യേക ആളോടുള്ളൊരു താല്പര്യം കൊണ്ടൊന്നുമല്ല, എല്ലാവർക്കും സ്വാതന്ത്ര്യം കിട്ടണം, എല്ലാവർക്കും ഇക്വാലിറ്റി വേണം. അങ്ങനെ ഒരു ഇതിന് വേണ്ടിയിട്ട്, ഐഡിയോളജിക്ക് വേണ്ടിയിട്ട് നിന്ന ആളാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ എല്ലാവരും അതിൽ ഫാസിനേറ്റഡ് ആയി. സോ മാസസ് ഓഫ് ഇന്ത്യ മീൻസ് എല്ലാവരും, ഇവിടുത്തെ ക്രൗഡ് അല്ലെങ്കിൽ ഇന്ത്യൻ ജനത അദ്ദേഹത്തിനോട് മീൻസ് അട്രാക്റ്റഡ് ആയി എന്നാണ്. എല്ലാവർക്കും ഒരു നല്ല ലീഡർ ആയിരുന്നു, നല്ലൊരു റോൾ മോഡൽ ആയിരുന്നു അദ്ദേഹം.
He seemed to think to link up the past with future and to make the dismal present appear just as stepping stone to that future of life and hope. നമ്മുടെ പാസ്റ്റിനെയും ഫ്യൂച്ചറിനെയും ഭാവിയും തമ്മിൽ അദ്ദേഹം കണക്ട് ചെയ്തു. അങ്ങനെ കണക്ഷന് വേണ്ടിയിട്ട് ഇപ്പോഴത്തെ വിഷമിപ്പിക്കുന്ന ഈ പ്രസന്റിനെ അദ്ദേഹം സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആക്കാൻ ആഗ്രഹിച്ചു. നമ്മുടെ ഫ്യൂച്ചറിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ വിഷമങ്ങൾ എന്ന് അദ്ദേഹം നമ്മളെ പറഞ്ഞു പഠിപ്പിച്ച് അവിടെ എന്ത് ചെയ്തു, നമ്മളെ മീൻസ് നമ്മുടെ വിഷമങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ദുരിതങ്ങൾ ഇതൊക്കെ മറക്കാനാണ് അദ്ദേഹം നമ്മളോട് ആവശ്യപ്പെട്ടത്. Thus he effected a vast psychological revolution not only among those who followed his lead but also among his opponents and those many neutrals who could not make up their minds what to think and what to do. അപ്പോൾ അദ്ദേഹത്തിനെ ഫോളോ ചെയ്തവർ അല്ലെങ്കിൽ അദ്ദേഹം ലീഡ് ചെയ്തവരെ മാത്രമല്ല, ഈവൻ അദ്ദേഹത്തിന്റെ ഒപ്പോണൻസ്, എതിരാളികളെ പോലും അവരുടെ മനസ്സ് പോലും മയക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ആൻഡ് ദോസ് മെനി ന്യൂട്രൽസ്, ഇനി ന്യൂട്രലായിട്ട് അദ്ദേഹത്തിന്റെ ഫോളോവറും അല്ല എതിരാളിയും അല്ല, ന്യൂട്രലായിട്ട് ചിന്തിക്കുന്ന പല ആൾക്കാർ, അവരെ പോലും സ്വാധീനിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. സോ ഈവൻ ശത്രുക്കൾ പോലും ആരാധിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു മഹാത്മാഗാന്ധിജിയുടേത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ജവഹർലാൽ നെഹ്റുവിന്റെ പേഴ്സണൽ ഒപ്പീനിയൻസ് ആണ്. ഓക്കെ, എല്ലാവർക്കും ചാപ്റ്റർ മനസ്സിലായി എന്ന് കരുതുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാം. ഇതിനകത്ത് ചർച്ച ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സ് ഞാൻ ഒന്ന് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം, ഈ ഒരു ചാപ്റ്റർ ഞാൻ പറഞ്ഞു നെഹ്റുവിന്റെ ജവഹർലാൽ നെഹ്റുവിന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ നിന്നെടുത്തൊരു ഭാഗമാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിനകത്ത് ഗാന്ധിജിയുടെ ഇമ്പോർട്ടൻസ്, അതായത് ഗാന്ധിജിയുടെ നല്ല ഐഡിയോളജീസിനെ പറ്റി, ആ ഐഡിയോളജീസ് എങ്ങനെയാണ് സൊസൈറ്റിക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ സഹായിച്ചതെന്നുള്ളതിനെ പറ്റി പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ 3 ക്വാളിറ്റീസ് ഇവിടെ സംസാരിക്കുന്നുണ്ട്, അതിനെപ്പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ട്രൂത്ത്, ഫസ്റ്റ് ഓഫ് ഓൾ ട്രൂത്ത്, ദെൻ ലവ് ആൻഡ് അഹിംസ. 3 ക്വാളിറ്റീസിനെ പറ്റിയാണ് പ്രധാനമായിട്ടും ഇതിനകത്ത് ചർച്ച ചെയ്തിട്ടുള്ളത്. അഹിംസ, നോൺ വയലൻസ് ആണ്. ദെൻ അതുപോലെ തന്നെ ഗാന്ധിജിയെ പറ്റി, ഗാന്ധിജി ഒരേ സമയത്ത് ബ്രിട്ടീഷുകാർ, നമ്മുടെ ഫോറിൻ അല്ലെങ്കിൽ പുറത്തു നിന്ന് വന്ന ഏലിയൻസിനെയും ഫൈറ്റ് ചെയ്യുന്നുണ്ട്, അതേസമയം നമ്മുടെ രാജ്യത്തിന്റെ ഉള്ളിൽ തന്നെയുള്ള സോഷ്യൽ ഈവിൽസിനെയും അദ്ദേഹം ഫൈറ്റ് ചെയ്തിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ആ സമയത്ത് ഇവിടെ എക്സിസ്റ്റ് ചെയ്തിരുന്ന അൺടച്ചബിലിറ്റി, നമ്മൾ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തപ്പോൾ കണ്ടതാണ്. അൺടച്ചബിലിറ്റി, അയിത്തം നമ്മൾ പറയില്ലേ, തൊട്ടുകൂടായ്മ, അതുപോലുള്ള അനാചാരങ്ങളെ, ദുരാചാരങ്ങളെ ഒക്കെ അദ്ദേഹം എന്ത് ചെയ്തിരുന്നു? ഫൈറ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ചൈൽഡ് മാരേജ്, കൃത്യമായി മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ കല്യാണം കഴിപ്പിച്ച് അയക്കുന്ന ആ ഒരു സമ്പ്രദായമൊക്കെ അദ്ദേഹം ഒരുപാട് എതിർത്തിരുന്നു. സോ ഇതൊക്കെ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. ദെൻ വീണ്ടും വരികയാണെങ്കിൽ നമ്മൾ പറയുന്നുണ്ട് അഭയ എന്ന് പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു ഐഡിയോളജിയാണ് അഭയ. ഫിയർലെസ്നെസ്, നമ്മൾ തെറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. സോ ബ്രിട്ടീഷുകാർ നമ്മൾ എത്രത്തോളം പേടിപ്പിക്കാൻ ശ്രമിച്ചിരുന്നാലും നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ അവർക്കെതിരെ വളരെ ധൈര്യത്തോടു കൂടി തന്നെ നിന്ന് നേരിടാനാണ് അദ്ദേഹം പറയുന്നത്. സോ ഇത് നല്ലൊരു ഐഡിയോളജി ആയിരുന്നു. അതിനുശേഷം നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു പോയിന്റ്, നമ്മുടെ ജവഹർലാൽ നെഹ്റുവിന്റെ ഒപ്പീനിയനിൽ ഗാന്ധിജി വാസ് ലൈക്ക് എ മാഗ്നറ്റ് എന്ന് പറയുന്നുണ്ട്. ഒരു കാന്തം പോലെ മറ്റുള്ളവരെ എല്ലാവരെയും വളരെ പെട്ടെന്ന് വളരെ സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്യുന്ന ഒരു സ്വഭാവമാണ് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ നെഹ്റുവിന്റെ ഒപ്പീനിയനിലാണ്. ദെൻ എസൻസ് ഓഫ് ഹിസ് ടീച്ചിങ് വാസ് ഫിയർലെസ്നെസ് ഓഫ് ട്രൂത്ത്. എന്താണ് ഈ ഫിയർലെസ്നെസ് ആൻഡ് ട്രൂത്ത്? നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു തെറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല. അവിടെ ചതി, വഞ്ചന, എന്താണ് കാവട്യം, ഇതിനൊന്നും ഒരു റോളും ഇല്ല. എപ്പോഴും ട്രൂത്ത്ഫുൾ ആവാൻ ഗാന്ധിജി പറയുന്നുണ്ട്. സത്യസന്ധനായിരിക്കുക, സത്യം പറയുക, സത്യം പ്രവർത്തിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, എപ്പോഴും സത്യത്തിന്റെ പാതയിൽ മാത്രം നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പേടി ഉണ്ടാവത്തില്ല ഒരു കാര്യത്തിലും. ഓക്കെ, അപ്പോ ട്രൂത്ത് ആണ് ഫിയർലെസ്നെസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പടി എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഗാന്ധിജി വാസ് ദ ലീഡർ ഓഫ് ദി പീപ്പിൾ എന്നാണ്. അതായത് എല്ലാവർക്കും ഒരു വളരെ ജനകീയനായ ഒരു നേതാവായിരുന്നു ഗാന്ധിജി എന്ന് പറയുന്നുണ്ട്. സത്യമല്ലേ? കാരണം വലിപ്പ ചെറുപ്പങ്ങളൊന്നും ഗാന്ധിജിക്ക് മുമ്പിൽ ഇല്ലായിരുന്നു. എല്ലാവരെയും ഒരുപോലെയാണ് അദ്ദേഹം കണ്ടിരുന്നത്. അദ്ദേഹം മറ്റുള്ളവർക്ക് ഐഡിയോളജീസ് പകർന്നു കൊടുക്കുന്നത് മാത്രമല്ല, അതേ ഐഡിയോളജീസ് അദ്ദേഹവും ഫോളോ ചെയ്തിരുന്നു. അതായത് എല്ലാവർക്കും ഒരു നല്ല മാതൃകയായിട്ടാണ് അദ്ദേഹം ജീവിച്ചത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഗാന്ധിജിയെ പറ്റി നല്ല രീതിയിലുള്ള ഒരു അസസ്മെന്റ് ജവഹർലാൽ നെഹ്റു ഈ ചാപ്റ്ററിലൂടെ നടത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് നോക്കാം, ഒരു സ്പീച്ച്, നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ പറയുന്നത്. ഒരു സ്പീച്ച് ടെക്സ്റ്റിനകത്ത് പറയുന്നുണ്ട്. സ്പീച്ച് തയ്യാറാക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളിപ്പോൾ ഇതിന്റെ ടോപ്പിക്കാണ് നമുക്ക് അറിഞ്ഞുകൂടാത്തത്. സ്പീച്ച് എന്തായാലും കാണാം, പക്ഷെ എന്ത് ടോപ്പിക്കിലായിരിക്കും സ്പീച്ച് തരുന്നതെന്നുള്ളത് നമുക്കറിയില്ല. നോക്കാം, ചിലപ്പോൾ ഗാന്ധി ജയന്തിയുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്പീച്ച് തയ്യാറാക്കാനായിരിക്കും പറയുന്നത്. സോ ഗാന്ധി ജയന്തിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഉറപ്പായിട്ടും ഒരു വേദിയിലായിരിക്കും നിങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ സ്പീച്ച് എപ്പോഴും തുടങ്ങുമ്പോൾ വേദിയിലിരിക്കുന്നവരെയും അതിനുശേഷം ഓഡിയൻസിനെയും സല്യൂട്ടേഷൻ മീൻസ് നമ്മൾ ഗ്രീറ്റ് ചെയ്യത്തില്ലേ, അതുപോലെ ഗ്രീറ്റ് ചെയ്തുകൊണ്ട് വേണം സംസാരിക്കാൻ.
ഓക്കെ. ഇനി നിങ്ങളുടെ ക്ലാസ് റൂമിലാണ് സംസാരിക്കുന്നതെങ്കിൽ അത്രത്തോളം വലിയ ഫോർമൽ ആയിട്ടുള്ള രീതിയിൽ പോകേണ്ട കാര്യമില്ല. പക്ഷേ ആ വേദി നോക്കിക്കൊള്ളണം, ഏത് കോണ്ടെക്സ്റ്റിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്. സ്കൂൾ അസംബ്ലിക്ക് ആണെങ്കിൽ എല്ലാവരും കാണും, പ്രിൻസിപ്പളും ഹെഡ് മാസ്റ്ററും ഒക്കെ കാണുന്ന ഒരു ഇതാണ്, ചടങ്ങാണ്. സോ ആ രീതിയിൽ കോണ്ടെക്സ്റ്റ് നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ആൻസർ ചെയ്യാവൂ, അവിടെ ഗ്രീറ്റിംഗ് കൊടുക്കാവൂ. ദെൻ അതിന് ശേഷം ജസ്റ്റ് സംസാരിക്കുക. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അപ്ലോഡ് ചെയ്ത ക്ലാസ്സിനകത്ത് ഞാൻ പറഞ്ഞതാണ്, സ്പീച്ച് എന്ന് പറയുമ്പോൾ എങ്ങനെ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറ്റാം, എല്ലാവരുടെയും അറ്റൻഷൻ നേടുന്ന രീതിയിൽ വേണം സ്പീച്ച് തയ്യാറാക്കാൻ. നമുക്ക് ഗാന്ധിജിയെ പറ്റി ഒരു സ്പീച്ച് കൊടുക്കുമ്പോൾ ഗാന്ധിജിയുടെ തന്നെ ഒരു നല്ല കോട്ട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അതും അല്ലെങ്കിൽ ഗാന്ധിജിയെ പറ്റി വളരെ രസകരമായ എന്തെങ്കിലും ഒരു സംഭവം, നമുക്ക് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് നമുക്ക് സൂചിപ്പിച്ചുകൊണ്ട് തുടങ്ങാം. ഓക്കെ. ഈ രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു സ്റ്റോറി, ഒരു കഥ പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങുക. ഇത് എല്ലാവരുടെ അറ്റൻഷൻ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതിനുശേഷം നമ്മുടെ ടോപ്പിക്കിലേക്ക് വരിക. പിന്നെ ഗാന്ധിജിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ടൊന്നും എഴുതേണ്ട കാര്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സോ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും എഴുതാൻ വേണ്ടിയിട്ട്. അവിടെയും നിങ്ങൾ നോട്ട് മീൻസ് ആൻസർ ഷീറ്റിൽ എഴുതുമ്പോൾ പാരഗ്രാഫ് തിരിച്ച് തന്നെ എഴുതുക കേട്ടോ. ഇവിടെ നമുക്കിപ്പോൾ ക്യാരക്ടർ സ്കെച്ച് ഒന്നും അല്ലല്ലോ എഴുതുന്നത്. സോ എഴുതുമ്പോൾ പാരഗ്രാഫ് തിരിച്ചെഴുതുക. ഒരു പാരഗ്രാഫിനകത്ത് 5 or 6 ലൈൻ വരുന്ന രീതിയിൽ മാത്രം എഴുതിയാൽ മതി, ഒരുപാട് വലുതാക്കണം എന്നില്ല. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് സ്പീച്ചിനെ പറ്റി ശ്രദ്ധിക്കാനുള്ളത്. ദെൻ ഏറ്റവും ലാസ്റ്റ് താങ്ക് യു കൊടുത്ത് അവസാനിപ്പിക്കുക. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ ഒരുപാട് സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട്. ദെൻ ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഒരു റൈറ്റപ്പ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം, സാധ്യതയുണ്ട്. ഗാന്ധിജി എങ്ങനെയാണ് ഈ പറഞ്ഞതുപോലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയായിരുന്നു എന്നൊരു ചോദ്യം ചോദിക്കാം. അപ്പൊ നമ്മൾ ഓൾറെഡി ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ നമുക്ക് ജനറൽ ആയിട്ട് അറിയുകയും ചെയ്യാം. സോ ഈ പോയിന്റ്സ് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. റൈറ്റപ്പ് ചോദിച്ചിരുന്നാൽ അവിടെ ഹെഡിങ് കൊടുത്തിട്ട് വേണം റൈറ്റപ്പ് എഴുതാൻ. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഗാന്ധി ജയന്തിയുമായിട്ട് ബന്ധപ്പെട്ട് സ്ലോഗൻസ് തയ്യാറാക്കാൻ പറയാം. ഗാന്ധി ജയന്തിയുമായിട്ട് ബന്ധപ്പെട്ട് സ്ലോഗൻസ് ചോദിക്കാം. അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗാന്ധി ജയന്തിയായിട്ട് അതിനെ ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രോഗ്രാം നിങ്ങൾ കണ്ടക്ട് ചെയ്യുകയാണ്, അതിന് വേണ്ടിയിട്ട് ഒരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇതൊക്കെ സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ തരുന്നുണ്ട്, ആക്ടിവിറ്റി 5. ഞാനിതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കത്തില്ല. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ മാത്രമേ പറയുന്നുള്ളൂ. ആക്ടിവിറ്റി 5 ലെറ്റർ ടു എഡിറ്റർ. ഈ ഫോർമാറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് ചോദിക്കണം എന്നില്ല, പക്ഷേ ഈ ഫോർമാറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു ലെറ്റർ ടു എഡിറ്റർ എന്ന് പറയുമ്പോൾ ഫോർമൽ ലെറ്റർ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫോർമൽ ലെറ്ററിന്റെ മോഡൽ എങ്ങനെയാ? നമ്മുടെ പഴയ ലെറ്റർ മോഡൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ലേഔട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇടതും വലതും ഒക്കെ ആയിട്ട് മാറിയും തിരിഞ്ഞും കിടക്കും. ഫ്രമും ടൂവും താഴെ യുവേഴ്സ് സിൻസിയർലി ഒക്കെ അപ്പർ സൈഡ് നമ്മൾ എഴുതാറുണ്ട്. പക്ഷേ ഇപ്പോഴങ്ങനെയൊന്നുമല്ല. പുതിയ ഫോർമാറ്റ് അനുസരിച്ച് എല്ലാം ഇടതുവശത്താണ്. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് തന്നെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, എല്ലാം ഇടതുവശത്താണ്. ഫ്രം, ദെൻ ടു, ഫ്രം അഡ്രസ് വയ്ക്കുക, ദെൻ ടു അഡ്രസ് വയ്ക്കുക. ഇതിനിടയിൽ നമ്മൾ ഡേറ്റ് കൊടുക്കും. എഡിറ്ററിനുള്ള ലെറ്ററിലാവുമ്പോൾ ഇതിനിടയിലാണ് നമ്മൾ ഡേറ്റ് കൊടുക്കുന്നത്. ഫ്രം അഡ്രസ് വയ്ക്കുക, ഡേറ്റ് കൊടുക്കുക, ദെൻ അതിന്റെ താഴെ ടു അഡ്രസ് കൊടുക്കുക. ദെൻ സല്യൂട്ടേഷൻ, സർ ഓർ മാഡം. നിങ്ങൾ ഏത് കോണ്ടെക്സ്റ്റിലാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതനുസരിച്ച് സർ ഓർ മാഡം എന്ന് നിങ്ങൾ യൂസ് ചെയ്യുക. ഏത് വേണോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, ആർക്കാണ് നിങ്ങൾ കൊടുക്കുന്നത് അനുസരിച്ച്. ദെൻ അതിനുശേഷം സബ്ജക്റ്റ് വയ്ക്കുക. നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഒരു ലെറ്റർ അയക്കുന്നത്, സബ്ജക്റ്റ് വയ്ക്കുക. അതിനുശേഷം അടുത്ത ഒരു പാരഗ്രാഫിൽ അതൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുക്കുക. ഇൻട്രൊഡക്ടറി പാരയാണ്. അതിനകത്ത് നിങ്ങൾ എന്തിനാണ് ഈ ലെറ്റർ അയക്കുന്നത്, എഴുതുന്നത് എന്നുള്ളത് മെൻഷൻ ചെയ്യുക. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ എഴുതുക. സെക്കൻഡ് പാരഗ്രാഫ്, ഏറ്റവും ലാസ്റ്റ് കൺക്ലൂഡിങ് പാരഗ്രാഫ്. അവസാനിക്കുമ്പോൾ ശ്രദ്ധിച്ചോ, ഇതൊരു ഒഫീഷ്യൽ ലെറ്റർ ആണ്, അല്ലെങ്കിൽ ഒരു ഫോർമൽ ലെറ്റർ ആണ്. യുവേഴ്സ് ലവിംഗ്ലി എന്നും നമ്മൾ എഴുതരുത് കേട്ടോ. ഒരിക്കലും യുവേഴ്സ് ലവിംഗ്ലി എന്ന് ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ എഴുതരുത്. നിങ്ങൾക്ക് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്നോ സിൻസിയർലി എന്നോ ട്രൂലി എന്നോ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ എപ്പോഴും സിഗ്നേച്ചർ ഇട്ടതിന് ശേഷം മാത്രമേ പേര് എഴുതാവൂ. നമ്മളെ എല്ലാ ആൾക്കാരും വ്യൂവേഴ്സ് ലവിംഗ്ലി എന്നോ എന്തെങ്കിലും കൊടുത്തതിന് ശേഷം താഴെ പേര് എഴുതി അതിന്റെ താഴെ ഒപ്പിടും. ഒരിക്കലും ചെയ്യരുത്. എപ്പോഴും ഒപ്പിട്ടതിന് ശേഷം മാത്രമേ പേരെഴുതാവൂ. അല്ലെങ്കിൽ പേരെഴുതിയതിന് അതിന്റെ മുകളിലാണ് ഒപ്പിടാനുള്ളത്. ഈ പോയിട്ട് ശ്രദ്ധിച്ചോളാം. എല്ലാം ഇടതുവശത്താണ്. ഫ്രം അഡ്രസ്സ്, അതിനുശേഷം ഡേറ്റ്, ദെൻ ടു അഡ്രസ്സ്, പിന്നെ സല്യൂട്ടേഷൻ, അതിനുശേഷം സബ്ജക്റ്റ്, പിന്നെ 3 പാരഗ്രാഫ് എഴുതണം. ഏറ്റവും അവസാനം അതിന്റെ കൺക്ലൂഷൻ. ഓക്കെ, ഈ രീതിയിൽ എഴുതുക. ഞാൻ പറഞ്ഞു വീണ്ടും, ഈ യുവേഴ്സ് സിൻസിയർലിയോ അല്ലെങ്കിൽ ട്രൂലിയോ എഴുതിയത് അതും ഇടതുവശത്താണ്. അതിനുശേഷം സൈൻ ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ പേര് എഴുതേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതുമ്പോൾ ഒരു നല്ല ലെറ്റർ ആവും. അപ്പോൾ ലെറ്റർ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ എന്തൊക്കെ പോയിന്റ്സ് വേണം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല. മുന്നേ ഉള്ള ക്ലാസ്സുകളിലും ഒരുപാട് പേര് എന്നോട് അത് ചോദിച്ചിരുന്നു. ഞാൻ കൃത്യമായിട്ട് പോയിന്റ്സ് എടുത്ത് പറയണം എന്നുള്ളത്. കാരണം എങ്ങനെ എഴുതണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്തൊക്കെ പോയിന്റ്സ് ഉൾപ്പെടുത്തണം ഞാൻ പറഞ്ഞിട്ടില്ല. ഇതൊരു കൃത്യമായിട്ടുള്ള ഒരു ക്ലാസ് ഞാൻ ഇതിനു വേണ്ടി എടുത്തു തരുന്നതായിരിക്കും കേട്ടോ. ഓരോ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യുമ്പോൾ ഓരോ ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെ പോയിന്റ്സ് കൃത്യമായിട്ട് അവിടെ കൊടുക്കണം എന്നുള്ളത് ഞാൻ വരുന്ന ഒരു ക്ലാസ്സിൽ ചെയ്തിടുന്നതായിരിക്കും, അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.
അപ്പോൾ ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ക്ലാസ് മുന്നോട്ട് പോകത്തില്ല, ടൈം ഒരുപാട് കൂടും. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 3/4 മണിക്കൂറോളം വരുന്നുണ്ട്. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഒറ്റ ക്ലാസ്സിൽ നമുക്ക് ഓരോ ചാപ്റ്ററിൽ നിന്നും എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഇനി ഒരു ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നാലും അതിനകത്തൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള പോയിന്റ്സ് ഞാൻ പറഞ്ഞുതരാം. അതൊരു പ്രത്യേക ക്ലാസ് ആയിട്ട് ഞാൻ എടുത്തു തരാം. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ കമൻസ് ഉറപ്പായിട്ടും നിങ്ങൾ താഴെ കൊടുക്കണം. അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ട് തോന്നി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.